നമസ്തേ. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ പ്രതിഷേധം ശക്തം. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി 52 ലക്ഷം പേരെ ഒഴിവാക്കിയിട്ടുണ്ടെന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. മരിച്ചവരോ കുടിയേറിയവരോ ആയ 52 ലക്ഷം വോട്ടർമാരെയാണ് ഒഴിവാക്കിയത്. ആഗസ്റ്റ് മാസം 1 പ്രസിദ്ധീകരിക്കുന്ന കരട് വോട്ടർ പട്ടികയിൽ യോഗ്യരായ വോട്ടർമാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തുന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഭരണഘടന നിർദ്ദേശിക്കുന്ന കടമയുടെ ഭാഗമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെട്ടു. ഭരണഘടനയുടെ 324 വകുപ്പ് പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ ഉപയോഗിച്ചാണ് നടപടിയെന്നും കമ്മീഷൻ വ്യക്തമാക്കുന്നു. ജനം ഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് പരിശോധിക്കുന്നത്. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പരിഭ്രമം എന്തിന് എന്നതാണ് ചോദ്യം. RJD ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ വർഗീസ് ജോർജ്, BJP വക്താവ് അഡ്വക്കേറ്റ് S. ജയസൂര്യൻ, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു, രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ് എന്നിവർ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ഡോക്ടർ വർഗീസ് ജോർജ്, ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും സ്തംഭിക്കുന്നു, ബീഹാർ നിയമസഭ സ്തംഭിക്കുന്നു. വോട്ടർ പട്ടിക തീവ്ര പരിശോധനയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനകം വിശദീകരണം നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സർക്കാർ മറുപടി പറയണം എന്ന ആവശ്യത്തിന് എന്ത് അടിസ്ഥാനമുള്ളത്? എന്തായാലും സർക്കാർ ഈ വിഷയത്തിൽ പ്രതികരിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്? RJD എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? നമ്പ്യാർ സാർ, ഞാൻ ഈ മാസം ആദ്യം വാരം അവിടെ പാറ്റ്നയിലുണ്ടായിരുന്നു. പൊതുവെ അവിടെ ജനങ്ങൾക്കിടയിൽ ഒരു ഉത്കണ്ഠയുണ്ട്, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ 18ാം ലോക്സഭാ ഇലക്ഷന് ശേഷം BJPക്ക് ഒരു സ്റ്റണ്ണിങ് ഡിഫീറ്റാണ് ഉണ്ടായത്. 400-ൽ പരം ലോക്സഭാ സീറ്റ് കിട്ടുമെന്ന് കരുതിയ BJPക്ക് 240 ലോക്സഭാ സീറ്റുകൾ മാത്രമേ ലഭിച്ചുള്ളൂ. തനിയെ ഭൂരിപക്ഷം പോലും ലഭിച്ചില്ല. അതുകൊണ്ട് അതിനുശേഷം എങ്ങനെ അധികാരത്തിൽ തുടരാം എന്നുള്ളതിനെ കുറിച്ചുള്ള ധാരാളം ചർച്ചകൾ BJPയിൽ നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചുള്ള ചില തീരുമാനങ്ങളും അവരെടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. 1 നേഷൻ 1 ഇലക്ഷൻ എന്നുള്ളതായിരുന്നു കൊണ്ടുവന്ന ഒരു പ്രമേയം. പക്ഷേ അത് സെലക്ട് കമ്മിറ്റിക്ക് വിടേണ്ടി വന്നു. ഇപ്പോൾ ബീഹാറിലെ വോട്ടർ പട്ടികയുടെ പരിഷ്കരണമാണ്. നമ്മുടെ രാജ്യത്ത് സാധാരണ ഇലക്ഷൻസിനെ ഫെസ്റ്റിവൽ ഓഫ് ഡെമോക്രസി എന്നാണ് വിളിക്കുന്നത്. പരമാവധി എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള ഉത്സാഹം കൊടുക്കുക, അതാണ് സമീപകാലത്തെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു പുനഃപരിശോധന വോട്ടർ പട്ടികയിൽ സ്പെഷ്യൽ റിവിഷൻ നടക്കുന്ന എന്തിനാണെന്ന് എല്ലാവർക്കും ഒരു ഉത്കണ്ഠയുണ്ട്. സാധാരണ ഇതിൽ നമ്മുടെ നാട്ടിലെ ഇലക്ഷൻസ് നടക്കുമ്പോൾ, ജനറൽ ഇലക്ഷൻസ് നടക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ പ്രതിനിധികൾ നമ്മുടെ ഭവനങ്ങളിൽ വന്ന് എന്യൂമറേഷൻ നടത്തി വോട്ടർ പട്ടിക പൂർത്തീകരിക്കാറാണ് പതിവ്. പക്ഷെ ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് 2003 ഇലക്ടറൽ റോളിൽ ഉൾപ്പെടാത്തവരെല്ലാവരും അവർ വോട്ടർമാരാണെന്ന് തെളിയിക്കത്തക്കവണ്ണം അവർ ഡോക്യുമെന്റ്സോടുകൂടി അത് സാധൂകരിക്കണം. അപ്പോൾ വോട്ടറാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഈ വോട്ടർക്കാണ്. അങ്ങനെ കൊണ്ടുവരുന്ന ധാരാളം ഡോക്യുമെന്റ്സ് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ തന്നെ പുറത്തിറക്കിയ വോട്ടർ ID അവർ അംഗീകരിക്കുന്നില്ല, ആധാർ അംഗീകരിക്കുന്നില്ല, റേഷൻ കാർഡ് അംഗീകരിക്കുന്നില്ല, ലാൻഡ് ഡീഡ്സ്, അതേപോലെ തന്നെ പാസ്പോർട്ട്, ഇതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരണമെന്നാണ് അവർ പറയുന്നത്. ഇത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇന്ന് ഒരു JDU ഭരണകക്ഷി BJP JDU സഖ്യമാണല്ലോ. JDUവിലെ ഒരു MP തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ കാര്യങ്ങൾ ഹാജരാക്കാൻ തന്നെ ഒരാഴ്ച വേണ്ടി വന്നു, പിന്നെ എങ്ങനെ ബീഹാറിലെ പരമദരിദ്രർക്ക് ഇത് സാധിക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് വരെ ഇലക്ഷൻ കമ്മീഷന് നമ്പ്യാർ സാർ പറഞ്ഞ പോലെ വേണ്ട 1/2 കോടിയിലധികം ആളുകൾ ഇപ്പോൾ പുറത്തായി കഴിഞ്ഞിരിക്കുന്നു. ഇലക്ഷൻ ഇനി 2 ദിവസം കൂടെ മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ എത്ര പേർ കൂടി ഈ ഡോക്യുമെന്റ്സ് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. ഏതായാലും ധാരാളം പേര് ഇപ്പം പുറത്താവുന്ന സാഹചര്യമാണ്. ഈ ഡോക്യുമെന്റ്സ് കൊണ്ടുവരാൻ വളരെ വിഷമമാണ്. സുപ്രീം കോടതിയിൽ ഞങ്ങളുടെ പാർട്ടിയും മറ്റു പാർട്ടികളും കോൺഗ്രസും എല്ലാവരും ഇത് ഒരു നിർദ്ദേശം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്.
പക്ഷേ സുപ്രീം കോടതിയിൽ നിന്ന് ഖണ്ഡിതമായ ഒരു തീരുമാനം വന്നിട്ടില്ല. നമ്മുടെ രാജ്യത്ത് അവിടെ ഒരു സർവേ നടത്തി, ഞങ്ങൾ അവിടെ ഉള്ളപ്പോൾ ഒരു സർവേ നടത്തിയായിരുന്നു. ആ സർവേയിൽ കൂടുതലും ആളുകൾ പറയുന്നത് അവിടുത്തെ ദളിത്, അവിടുത്തെ മൈനോറിറ്റീസ്, OBCs, ആദിവാസീസ്, വിമൻ, ഇവരെല്ലാം RJD, കോൺഗ്രസ്, CPI, CPM, CPI, ML, ഇന്ത്യ സഖ്യത്തെയാണ് കൂടുതലും പിന്തുണയ്ക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഫലാൻ പോകുന്നത് ഇങ്ങനെയുള്ള ഈ പാവപ്പെട്ടവർ ഒഴിവാകുമോ എന്നുള്ളൊരു ഉത്കണ്ഠയാണ്. പ്രത്യേകിച്ച് മൈഗ്രൻ്റ് വർക്കേഴ്സ്. ബീഹാറിലെ ആകെ ജനസംഖ്യ 7 കോടിയാണ്. അതിൽ മൈഗ്രൻ്റ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ 20% കേരളത്തിൽ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആൾ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. ഈ 2 ദിവസത്തിനുള്ളിൽ അവർക്ക് എങ്ങനെയാണ് ഈ ഡോക്യുമെന്റ്സ് കാണിച്ച് തങ്ങൾ വോട്ടറാകാൻ അവകാശപ്പെടാൻ സാധിക്കുന്നത്? അതുകൊണ്ട് ജനാധിപത്യ പ്രക്രിയ വളരെ പ്രയാസകരമായിട്ട് വരികയാണ്. എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള ഒരു അവകാശം നിഷേധിക്കപ്പെടുമെന്നുള്ള ഉത്കണ്ഠയാണ് ഇപ്പോൾ ഞങ്ങൾക്കുള്ളത്. അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഈ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടോ? ഈ ആശങ്കയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. ഈ 2 ദിവസം എന്ന് പറയുന്നതും അടിസ്ഥാനമില്ലാത്ത കാര്യമാണ്. സെപ്റ്റംബർ മാസം 1-ാം തീയതി വരെ ഏത് ക്ലെയിമും സമർപ്പിക്കാം, എതിർപ്പുകൾ സമർപ്പിക്കാം, തെളിവുകൾ ഹാജരാക്കാം. അത്രയും സമയം കൊടുത്തിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ ഇതൊക്കെ ചെയ്യാനുള്ള സാവകാശം ഉള്ളതുകൊണ്ട് 2 ദിവസമേ ഉള്ളൂ എന്നുള്ള ഒരു ആശങ്ക അതിന്റെ അടിസ്ഥാനരഹിതമായ ആശങ്കയാണ്. അത് എനിക്ക് തോന്നുന്ന ഒരു പാനിക് ആക്കാൻ വേണ്ടി ഉള്ള ഒരു പ്രചരണം മാത്രമാണ് എന്ന്. പിന്നെ ഇപ്പോൾ ഈ പറയുന്ന 52 ലക്ഷം എന്നൊക്കെ പറയുന്നത് വെറുതെ അങ്ങ് പറയുന്നതല്ല. 2003 ശേഷം ഇതുവരെ ഈ വോട്ടർ പട്ടിക സമഗ്രമായി പരിഷ്കരിച്ചിട്ടില്ല എന്നുള്ളതാണ് ബീഹാറിന്റെ ചിത്രം. നമുക്കറിയാം, നമ്മളിപ്പോ കേരളത്തില് ബീഹാറികൾ എന്ന് പറയുന്ന എത്ര ലക്ഷം പേരുണ്ട്. ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ പ്രാഥമികമായി ഇതേക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ അവർക്ക് കിട്ടിയ ഒരു കണക്ക് 20 ലക്ഷം പേര് മരിച്ചിട്ടുണ്ട്. ആ മരിച്ചവരിപ്പോഴും 20 ലക്ഷം പേര് മരിച്ചവരിപ്പോഴും ലിസ്റ്റിൽ തന്നെ ഉണ്ട്. സ്ഥലത്തില്ലാത്തവര് ബീഹാറിൽ ഇല്ലാത്ത 28 ലക്ഷം പേരുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് 7 ലക്ഷം പേരെ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ 1 ലക്ഷം പേര് വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ട്. അന്വേഷിച്ചാൽ അവരിൽ ഒരിടത്തും ജീവിച്ചിരിപ്പില്ല. അവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ഇത്രയും വലിയ ഒരു സംഖ്യ ഇലക്ഷൻ കമ്മീഷൻ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നതുകൊണ്ട് കൂടിയാണ് തീർച്ചയായിട്ടും ഇതിനൊരു ശുദ്ധീകരണം വേണം എന്നുള്ളൊരു ആവശ്യം ഉയരുന്നത്. മാത്രമല്ല, BJPക്ക് ജയമുണ്ടാകുന്ന സമയത്തൊക്കെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ വളരെ ശക്തമായി പറഞ്ഞൊരു കാര്യമാണ്, ഇത് വോട്ടേഴ്സ് ലിസ്റ്റിലെ കൃത്രിമത്വം കൊണ്ടാണ്. അതുകൊണ്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ കൃത്രിമം കാണിച്ചാണ് BJP ജയിക്കുന്നത്, വലിയ ഭൂരിപക്ഷം നേടുന്നത്. അതുകൊണ്ട് വോട്ടേഴ്സ് ലിസ്റ്റ് കൃത്യമാക്കണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ച അതേ പ്രതിപക്ഷം തന്നെയാണ് ഇപ്പോൾ ഈ കാര്യങ്ങളും ഉന്നയിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ ഈ ശുദ്ധീകരണം നടക്കുന്നതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട്. നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. വാർത്തകളിൽ എന്നും വരുന്നത് ഈ പുറത്തു നിന്നുള്ളവര്, ബംഗ്ലാദേശികളായിട്ടുള്ളവര്, അതുപോലെ നേപ്പാളികള്, റോഹിംഗ്യര്, ഇങ്ങനെയുള്ള ആൾക്കാരെ പിടികൂടി എന്നുള്ള കേസുകൾ നമ്മൾ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെ പിടികൂടിയാൽ പാർപ്പിക്കാനുള്ള സംവിധാനങ്ങളും അതാത് രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കാനുള്ള സംവിധാനങ്ങളും എല്ലാം ഈ രാജ്യത്ത് അനുസ്യൂതമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പോലീസ് കേസെടുത്തിട്ടുള്ള കൃത്യമായ തെളിവുകളുള്ള ചില കാര്യങ്ങൾ 3-4 ജില്ലകൾ, അതായത് കിഷൻഗഞ്ച് ജില്ല, പൂർണിയ ജില്ല, കത്തിഹാർ ജില്ല, അരാരിയ ജില്ല, നേപ്പാളിന്റെയും ബംഗ്ലാദേശിന്റെയും അതിർത്തിയിലൊക്കെ ഉള്ള ഇത്തരം ജില്ലകളിൽ നിന്ന് ധാരാളം വ്യാജ ആധാർ കാർഡ് നിർമ്മാണ കേന്ദ്രങ്ങൾ പോലീസ് തന്നെ റെയ്ഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ആധാർ കാർഡ് മാത്രമല്ല, പാസ്പോർട്ട് വരെ, ആധാർ കാർഡ്, പാസ്പോർട്ട്, വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡ്, ഇതൊക്കെ കൃത്രിമമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന നിരവധി കേന്ദ്രങ്ങളെ പോലീസ് തന്നെ റെയ്ഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. അതിനൊക്കെ അവിടെ റേറ്റ് ഉണ്ട്. 500 രൂപ മുതൽ 1000 രൂപ വരെ കൊടുത്താൽ കൃത്രിമ ആധാർ കാർഡ് കിട്ടും, കൃത്രിമ റേഷൻ കാർഡ് കിട്ടും. ഇതൊക്കെ കിട്ടുന്ന സംവിധാനങ്ങളുണ്ട്. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളിൽ കൂടി വിദേശികളായിട്ടുള്ള ആൾക്കാർ തന്നെ ധാരാളമായി ബീഹാർ സംസ്ഥാനത്ത് വന്ന് പാർപ്പുറപ്പിച്ചിട്ടുണ്ട്. അവരെയൊക്കെ തന്നെ അവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ വരെ എത്തിക്കാനും ഉള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു ദൗത്യമാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഈ പറയുന്ന രേഖകൾ ഹാജരാക്കണം എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? കാരണം ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ അവരുടെ ഭൂമിയുടെ രേഖകൾ അവിടെ ഉണ്ടാവണമല്ലോ. ഇനി ഭൂമി ഇല്ലാത്തവരാണെങ്കിൽ മറ്റു രേഖകൾ ഉണ്ടാവണമല്ലോ. ഇത് ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കുന്നത് തെറ്റാണ്. രേഖകൾ ചോദിക്കാൻ പാടില്ല, ഞങ്ങളെ പുറത്താക്കാനാണ്.
ആ പറയുന്നതിൽ യാതൊരു അല്ല, കാര്യമില്ല. പിന്നെ വർഗീസ് സാറ് പറഞ്ഞ ഒന്ന് രണ്ട് രേഖകൾ എനിക്ക് തോന്നുന്നു ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡോ അതും പാടില്ല എന്ന് പറഞ്ഞു എന്നുള്ളതിൽ വാസ്തവമുണ്ടോ? അതെ, അതായത് അത് ഞാനൊന്ന് പറഞ്ഞോട്ടെ സാറേ. അതായത് ആധാർ പുറപ്പെടുവിക്കുമ്പോൾ തന്നെ അതിൽ പറയുന്നുണ്ട്, ആധാർ ഈസ് നോട്ട് എ പ്രൂഫ് ഓഫ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നുണ്ട്. അതൊരു ഐഡന്റിറ്റി കാർഡ് മാത്രമാണ്. സിറ്റിസൺഷിപ്പ് പ്രൂവ് ചെയ്യുന്ന ആധാർ കാർഡ് കൊണ്ടല്ല. സിറ്റിസൺഷിപ്പ് പ്രൂവ് ചെയ്യുന്നത് ഇലക്ടർ വോട്ടർ ID കാർഡ് കൊണ്ടല്ല. അതുകൊണ്ട് ഇയാൾ സിറ്റിസൺ ആണോ, അവിടെ ഉള്ള വ്യക്തിയാണോ എന്ന് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ തർക്കം തീരണമെന്നുണ്ടെങ്കിൽ ഇതില് ആ ആളവിടെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ പ്രൂഫ് കൊടുക്കാൻ കഴിയണം. അതുകൊണ്ടാണ് ഈ പറയുന്ന ആധാർ പോരാ, അല്ലെങ്കിൽ വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡ് പോരാ എന്ന് പറയാൻ കാരണം. അത് കൃത്രിമമായിട്ട് അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടം പോലെ അവിടെ നിന്ന് റെയ്ഡ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ കൂടുതൽ എന്താ തെളിവ് വേണ്ടേ? 100 പേർക്ക് 120 ആധാർ കാർഡുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പോലീസ് കണ്ടുപിടിച്ചു. 100 പേരേ ഉള്ളൂ, പക്ഷെ 120 ആധാർ കാർഡുണ്ട്. ഒരാൾക്ക് 6ഉം 7ഉം പാസ്പോർട്ട് ഉള്ളതൊക്കെ പോലീസ് കേസുകളിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. അതൊക്കെ സംഭവിക്കുന്ന ഒരു രാജ്യത്ത്, അത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഈ ശുദ്ധീകരണം എന്ന് പറയുന്നത് ആവശ്യം തന്നെയാണ്. അതിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഒരു കാര്യവുമില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സുപ്രീം കോടതി വരെ പോകാമല്ലോ. കോടതി ഇടപെടട്ടെ, കോടതി തീരുമാനിക്കട്ടെ. ആ കാര്യത്തിൽ BJPക്ക് എതിർപ്പുമില്ല. അഡ്വക്കേറ്റ് സേനാപതി വേണു, കുത്തഴിഞ്ഞു കിടക്കുന്ന ഒരു സംവിധാനത്തിൽ ശുദ്ധീകരണം നടത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കുന്നു. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കൃത്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കണം എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? മാത്രമല്ല, നേരത്തെ അഡ്വക്കേറ്റ് ജയസൂര്യൻ ചൂണ്ടിക്കാണിച്ചതുപോലെ അവിടെ കൃത്രിമമായി രേഖകൾ ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ പോലീസ് റെയ്ഡ് നടത്തിയിട്ടുണ്ട്, പല ഡോക്യുമെൻസും പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതിൽ എന്താണ് തെറ്റ്? എന്തിനാണ് ഇന്ത്യ മുന്നണി ഇതിനെ എതിർക്കുന്നത്? നമ്പ്യാരെ, വോട്ടർ പട്ടിക സമഗ്രമായിരിക്കണം, കുറ്റമറ്റതായിരിക്കണം, അതിൽ കൃത്രിമങ്ങൾ ഉണ്ടാകരുത് എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അതിൽ ആ കാര്യത്തിൽ ഒരാൾക്കും തർക്കമില്ല. ഇവിടെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ, ഇതിന്റെ ഉദ്ദേശശുദ്ധി തന്നെ ബഹുമാന്യായ വർഗീസ് സാർ പറഞ്ഞ പോലെ ഞങ്ങൾ അതിനെ തന്നെ ചോദ്യം ചെയ്യുക. ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും ഇത്ര പെട്ടെന്ന് തന്നെ തിടുക്കപ്പെട്ട് ഇങ്ങനെ ഒരു ഡ്രൈവ് നടത്തുന്നതിന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. ഞാൻ ജയസൂര്യ സാർ പറഞ്ഞ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞത് മൈഗ്രന്റ് ലേബേഴ്സ്. അപ്പോൾ 52 ലക്ഷം ആളുകൾ, 1/2 കോടി ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു. ബീഹാറിൽ നിന്ന് ഒരുപാട് ആളുകൾ കേരളത്തിലും തമിഴ്നാട്ടിലും ദക്ഷിണ ഭാരതത്തിലും ഡൽഹിയിലും എല്ലാം ജോലിക്ക് വന്നിട്ടുള്ളവരുണ്ട്. ഞാൻ നമ്പ്യാരോടൊരു ചോദ്യം ചോദിക്കുന്നു. നമ്പ്യാരെ, ഞാൻ സൈന്യത്തിൽ പോയ ഒരാളാണ്. ഒരു 8 വർഷക്കാലം ഞാൻ സൈനികനായിട്ടുള്ള, ഞാൻ ഇന്ത്യൻ പൗരനാണ്, കേരളീയനാണ് എന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ലല്ലോ. ഞാൻ നാട്ടിൽ വരുന്നു, വാർഷിക അവധിക്ക് വരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞാൻ വരുന്നു. അപ്പൊ ഞാൻ നാട്ടിലില്ല എന്നുള്ളത് കൊണ്ട് എന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു മാനദണ്ഡം എന്താണ്? കേരളത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, വിദേശത്തുള്ളവർ പോകട്ടെ, അത് നമുക്കിപ്പോൾ NRI ആയിട്ട് കൂട്ടാം, ഈ കേരളത്തിൽ നിന്ന് തന്നെ എത്രയോ ലക്ഷം ആളുകൾ ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ ജോലിയെടുക്കുന്ന ആളുകളാണ്. അവരാരും വോട്ടർ പട്ടികയിൽ വേണ്ട എന്നാണോ ജയസൂര്യയുടെ അഭിപ്രായമെങ്കിൽ എനിക്ക് വിരോധമില്ല. അവരാരും വോട്ടർ പട്ടികയിൽ വേണ്ട, അവർ കേരളത്തിലെ പൗരന്മാരല്ല, അവർ വോട്ട് ചെയ്യാൻ പാടില്ല എന്നതാണെങ്കിൽ എനിക്ക് തർക്കമില്ല. ഇവിടെ ഒന്നാമത്തെ തർക്കം, നമ്മുടെ രാജ്യത്തിന്റെ അകത്തും രാജ്യത്തിന് പുറത്തും താൽക്കാലികമായോ അല്ലെ പരിമിതമായ ദിവസങ്ങളിലോ മാസങ്ങളിലോ ജോലിക്ക് പോയിരിക്കുന്ന ആളുകൾ, ആ ആളുകൾ മുഴുവൻ വോട്ടർ പട്ടികയിൽ നിന്ന് ഒന്നാകെ വെട്ടിമാറ്റപ്പെട്ടിരിക്കുന്നു. ഇവിടെ നമ്മുടെ രാജ്യത്ത് ഇപ്പൊ പൗരത്വം തെളിയിക്കലല്ല, അത് ഇലക്ഷൻ കമ്മീഷന്റെ ഡ്യൂട്ടി ആർട്ടിക്കിൾ 324 പറഞ്ഞിരിക്കുന്നു. ഈ 324നെ സംബന്ധിച്ച് 1978 മോഹിന്ദർ സിംഗ് ഗിൽ വേഴ്സസ് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു കേസ് സുപ്രീം കോടതിയിൽ വന്നപ്പോൾ സുപ്രീം കോടതി തന്നെ പറഞ്ഞൊരു കാര്യം എന്താ അറിഞ്ഞോ? ഈ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ എന്ന് പറയുന്നത് നിയമനിർമ്മാണം പ്രത്യേകമായിട്ട് നടന്നിട്ടുള്ളതല്ല. ഈ 324, 25, 26 എന്ന് പറഞ്ഞാൽ വളരെ വേഗമായിട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ. അതിൻ്റെ അകത്ത് എന്ത് പ്രത്യേകമായ ഒരു നിയമനിർമ്മാണം? കാരണം അതിൽ കൃത്രിമം നടക്കില്ല എന്നാണ് നമ്മുടെ ഒരു പരമ്പരാഗതമായ വിശ്വാസം. 1951 ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുന്നത്. ശ്രീ സുകുമാർ സെൻ ICS, അന്ന് IAS ഇല്ല, ICS, ഒരു ബംഗാളിൽ നിന്നുള്ള ICS ഉദ്യോഗസ്ഥനെയാണ് നെഹ്റു ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിക്കുന്നത്. ആ മനുഷ്യന്റെ ഏതാണ്ട് 1 വർഷം നീണ്ടുനിന്ന ശ്രമഫലമായിട്ട് അന്ന് 16 കോടി വോട്ടർമാർ വോട്ടർ പട്ടികയിൽ എൻറോൾ ചെയ്തു. ഒരു കൃത്രിമവും കാണിച്ചില്ല അദ്ദേഹം, ഒരു ഗവൺമെന്റ് ഇടപെട്ടില്ല.
ചിലപ്പോൾ ജനസംഖ്യ കൂടുതലുണ്ടാകും. 16 കോടി വോട്ടർമാരുണ്ടായിരുന്നു. നമ്മൾ പണ്ട് പാട്ടൊക്കെ ഇപ്പം ജോർജ് സാറിന്റെ ഒക്കെ ചെറുപ്പകാലത്ത്, നമ്പ്യാർക്കും എനിക്കൊന്നും ഓർമ്മയില്ല, ജയസൂര്യ സാർക്കും ഓർമ്മയില്ല, കുരുവിപ്പെട്ടിക്ക് വോട്ട് കൊടുത്താൽ എന്താ പറഞ്ഞ വിമാനത്താവളം എവിടെയാ, തോട്ടുംകരയിലും വിമാനത്താവളം, അന്ന് ആനപ്പെട്ടി കുരുവിപ്പെട്ടി എന്ന് പറഞ്ഞ പെട്ടിക്കകത്താണ് വോട്ട് കൊടുക്കുന്നത്. അപ്പൊ അന്നും ഈ പ്രക്രിയ അനസ്യവും നടക്കുന്നു. അന്നും എന്താ പറഞ്ഞ ഒരു കൃത്രിമവും ഇല്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുമെന്ന വിശ്വാസത്തിലാണ് ഇന്ന് വരെയും നമ്മൾ ഇരുന്നിട്ടുള്ളത്. അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായും സ്വതന്ത്രമായും സുതാര്യമായും പ്രവർത്തിക്കണം എന്നുള്ള കാര്യമാണ്. ആ കാര്യം പറയുമ്പോൾ ഇവിടെ 3 ഡോക്യുമെന്റിനെ കുറിച്ച് സുപ്രീം കോടതി ചോദിച്ചൊരു സംശയമാണ്. ഒന്ന് ആധാർ. അപ്പൊ ആധാറിനെ കുറിച്ച് എന്റെ ബഹുമാന്യായ സ്നേഹിതൻ ജയസൂര്യ സാർ പറഞ്ഞതിൽ കൃത്രിമം. സാർ, ആധാറിൽ കൃത്രിമമായ ആധാർ ഉണ്ട് എങ്കിൽ മുഴുവൻ പൗരന്മാരോടും നിങ്ങളുടെ ആധാർ പ്രൊഡ്യൂസ് ചെയ്യണം. ആ ആധാറിന്റെ ജെനുവിനിറ്റി വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഈ ഇല്ലം മുഴുവൻ തീടുവാണോ വേണ്ടത്? ആധാർ പരിശോധിക്കണം, ഈ ആധാർ കൃത്രിമമാണ്, ഈ ആധാർ ജെനുവിൻ അല്ല. അത് തന്നെയല്ലേ ഐഡന്റിറ്റി കാർഡിന്റെ കാര്യത്തിലുള്ളത്, അത് തന്നെയല്ലേ റേഷൻ കാർഡിന്റെ കാര്യത്തിലുള്ളത്. അപ്പൊ ഇവിടെ ഈ നടത്തുന്ന ഡ്രൈവ്, നിങ്ങൾ നടത്തുന്ന ഈ റിവിഷൻ, അത് ശരിയായ ഉദ്ദേശത്തിലല്ല എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. എന്തുകൊണ്ടാണ് ഞങ്ങൾ പാർലമെന്റിൽ 2 സഭകളിലും ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച വേണം, ഇതിന്റെ വിശദാംശം ഞങ്ങൾ വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഹരിയാനയിൽ ഇത് കണ്ടവരാണ്. ഞങ്ങൾ മഹാരാഷ്ട്രയിൽ, അതായത് മഹാരാഷ്ട്രയിലെ ഡോംബിവലി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു റെസിഡൻഷ്യൽ ഫ്ലാറ്റിൽ 7000 വോട്ട് പുതിയതായിട്ട് ചേർത്തത് രമേശ് ചെന്നിത്തല അതിന്റെ കണക്ക് അത് മുംബൈയിൽ അദ്ദേഹം പത്രസമ്മേളനത്തിൽ നടത്തി, കേരളത്തിൽ പത്രസമ്മേളനം നടത്തി, അദ്ദേഹം നിരവധി പത്രങ്ങളിൽ എഴുതുകയുണ്ടായി. ഒരാഴ്ച കൊണ്ട് വോട്ടർ പട്ടികയിൽ പുതുതായി 50 ലക്ഷം വോട്ടർമാർ മലയാളികൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് ഡോംബിവില്ലി. അന്നത്തെ BJPയുടെ പ്രതിനിധി പറഞ്ഞത്, ഞങ്ങളുടെ RSSന്റെ താഴെ തട്ടിലുള്ള പ്രവർത്തകർ ഈ ആളുകളെ എൻറോൾ ചെയ്ത്, കോൺഗ്രസ്സുകാരനത് ചെയ്തില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ആളുകളെ വോട്ട് ചെയ്യാൻ പറ്റിയില്ല, ഞങ്ങൾ 50 ലക്ഷം ആളുകളെ ഒറ്റയാഴ്ച കൊണ്ട് എൻറോൾ ചെയ്യിച്ചു. ഞങ്ങൾക്ക് ആ കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷേ ചെയ്ത് ഇലക്ട്രൽ റോളിലുള്ള ആളുകളുടെ എണ്ണത്തെക്കാൾ ചില ബൂത്തുകളിൽ വോട്ടുകൾ കൂടുതൽ വന്നിരിക്കുന്നു. നമ്പ്യാരെ, ഞങ്ങൾ ഇതൊക്കെയാണ് സംശയം പ്രകടിപ്പിക്കുന്നത്. ഞങ്ങളല്ലാതെ വോട്ടർ പട്ടിക സംശുദ്ധീകരിക്കുന്നതിനോ വോട്ടർ പട്ടികയിൽ നിന്ന് വ്യാജന്മാരെ നീക്കം ചെയ്യുന്നതിനോ ഇതിനൊന്നും ഞങ്ങൾ എതിരല്ല. ഞങ്ങളുടെ ചോദ്യം ഇതാണ്: ബീഹാറിൽ നിന്ന് ഇതര സംസ്ഥാനത്ത് താൽക്കാലികമായി ജോലിക്ക് പോയിട്ടിരിക്കുന്ന ആളുകൾ, അവരെല്ലാം വോട്ട് ചെയ്യാൻ അർഹരല്ലേ? അവർ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകണമോ? അതോടൊപ്പം തന്നെ ആധാറും ഐഡന്റിറ്റി കാർഡും റേഷൻ കാർഡും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുത്തിരിക്കുന്ന തിരിച്ചറിയൽ രേഖകൾ, ഇറ്റ് ഈസ് നോട്ട് എ ഡോക്യുമെന്റ് ഫോർ സിറ്റിസൺഷിപ്പ്, ഈ രേഖകൾ ഒന്നും അംഗീകരിക്കാതെ 2003 അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് 5.96 കോടി എന്ന വോട്ടർമാരെ 4.96 കോടി എന്ന നിയറസ്റ്റ് 5 കോടി എന്ന വോട്ടർമാരെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് 2003 ശേഷം രാജ്യത്ത് ജനിച്ച പൗരന്മാർ മുഴുവൻ പഞ്ചായത്തിൽ പോയി ജനന സർട്ടിഫിക്കറ്റ് മേടിക്കണം, അല്ലെങ്കിൽ സ്കൂളിൽ പോയി അവന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് മേടിക്കണം, അല്ലെ ഭൂമിയുള്ളവൻ ഭൂമിയുടെ ആധാരവുമായിട്ട് ചെല്ലണം എന്നൊക്കെ പറയുന്നത്, അത് ഒരു പരിഷ്കൃത ജനാധിപത്യ രാജ്യത്ത് ഇത്ര പെട്ടെന്ന് നടപ്പിലാക്കേണ്ട. കാരണം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇതില്ലായിരുന്നല്ലോ. പിന്നെന്താ ഇപ്പൊ പെട്ടെന്ന് ബീഹാറിൽ ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ സംശുദ്ധീകരണത്തിലേക്ക് വരുന്നത്? അതിലെ സംശയങ്ങൾ അതാണ് ബഹുമാനായ RJDയുടെ നേതാവ് ശ്രീ വർഗീസ് ജോർജ് സാർ ചൂണ്ടിക്കാണിച്ചത്. അത് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ മുന്നണിയും ഈ വിഷയത്തെ കുറിച്ച് ഞങ്ങളുടെ സംശയം. ശ്രീ നമ്പ്യാരെ, ഒന്നാം ഘട്ടത്തിൽ ഞങ്ങളുടെ സംശയം ഇതാണ്. ഓക്കെ വർഗീസ് സാർ, നേരത്തെ അഡ്വക്കേറ്റ് സേനാപതി വേണു പറഞ്ഞത്, അതായത് ജോലി ആവശ്യത്തിന് കേരളം പോലുള്ള അന്യ സംസ്ഥാനങ്ങളിലേക്ക് വന്ന ബീഹാർ സ്വദേശികൾ, അവരുടെ പേരും വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ മരിച്ചുപോയ 18 ലക്ഷം പേര് എങ്ങനെയാണ് പട്ടികയിൽ ഇടം പിടിച്ചത്? മാത്രമല്ല, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ശക്തമായ ജനാധിപത്യത്തിനും സുതാര്യവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പിനും ഉതകുന്നതാണ് പുതിയ വോട്ടർ പട്ടിക എന്നാണ്. ഒരു വിഭാഗം എതിർക്കും എന്ന് കരുതി ഭരണഘടനയ്ക്കെതിരെ പ്രവർത്തിക്കണോ എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചോദ്യം. അപ്പോൾ ഇത് വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുക എന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവാദിത്തമാണ്, അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള ചുമതലയാണ്, അതവർക്ക് നിർവഹിച്ചല്ലേ പറ്റുള്ളൂ. സാറേ, ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയല്ലേ വോട്ടർ പട്ടിക കാലാകാലങ്ങളിൽ പുതുക്കുക എന്നുള്ളത്. ഇപ്പൊ ജയസൂര്യ പറഞ്ഞനുസരിച്ച് അത് കുറെ വർഷങ്ങളായിട്ട് അവിടെ നടന്നിട്ടില്ല. ഇപ്പൊ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ചുമതല അവർ നിർവഹിക്കാതെ ബീഹാറിലെ പാവപ്പെട്ട ദരിദ്രരായ ആളുകളുടെ ചുമലിലേക്ക്
ഈ ഉത്തരവാദിത്തം വിട്ടുകൊടുക്കണോ? നമ്മുടെ ഈ നാട്ടിലൊക്കെ കൃത്യമായിട്ട് എന്യൂമറേഷൻ നടക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് ബീഹാറിൽ ഇത് ചെയ്തില്ല? അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം അവർക്ക് കൊടുക്കാൻ പാടില്ല. ഇലക്ഷൻ കമ്മീഷൻ തന്നെ അതിന് ഉത്തരവാദിത്വം എടുക്കണമായിരുന്നു. 18 ലോക്സഭാ ഇലക്ഷനിൽ വോട്ട് ചെയ്ത ആളുകൾക്ക് നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് നിഷേധിക്കുന്നത്? ഇവിടെ ജയസൂര്യ സാർ പറഞ്ഞത് ദിവസങ്ങൾ ഇനിയുണ്ട് എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ 30-day ഡെഡ് ലൈനാണ് കൊടുത്തിരുന്നത്, ജൂലൈ 30. പിന്നെ ജയസൂര്യ പറയുന്ന ഈ ഒരു മാസം എന്ന് പറയുന്നത് അതിന്മേലുള്ള കംപ്ലൈൻറ്റ്സ് കൊടുക്കാനുള്ള സമയമാണ്. അപ്പം ഇത് കൊടുക്കാനും ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാനും ഉള്ള ടൈം ജൂലൈ 30 ഡെഡ് ലൈനാണ്, അതിൽ മാറ്റമില്ല. അതിനുശേഷം അതിൻ്റെ കംപ്ലൈൻറ്റ്സ് കൊടുക്കാനാണ് അടുത്ത ഒരു മാസം ഉള്ളത്. രണ്ടാമത് ജയസൂര്യ പറഞ്ഞത് ഫോം പൂരിപ്പിക്കുന്നു, വ്യാജ ID പൂരിപ്പിക്കുന്നതൊക്കെ. ഇന്ന് അവിടെ ഒരു പബ്ലിക് ഹിയറിംഗ് നടത്തുകയുണ്ടായി. അപ്പോൾ 14 ജില്ലകളിൽ നിന്നുള്ള ആളുകളോട് പങ്കെടുത്തിരുന്നു. അവർ പറഞ്ഞു ഞങ്ങളും ഫോം പൂരിപ്പിക്കുന്നുണ്ട്. ഈ ഫോം പൂരിപ്പിക്കുന്നത് തന്നെ അറിയത്തില്ല, ആളുകളെ വെച്ച് പൂരിപ്പിക്കുകയാണ്. ഫോം പൂരിപ്പിച്ച് കൊടുക്കുന്നതിന് 100 രൂപ കൊടുക്കണം. അപ്പോൾ പാവപ്പെട്ടവരായ ആളുകൾ 3-4 കിലോമീറ്റർ നടന്നു വന്നിട്ട് ഫോം പൂരിപ്പിക്കുന്ന കേന്ദ്രങ്ങളിലെത്തി ഫോം പൂരിപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ലേബറൊക്കെ അവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ ഡോക്യുമെന്റ് സംഘടിപ്പിക്കുന്നതിനും ഫോം പൂരിപ്പിക്കുന്നതിനുമായിട്ട് നടക്കുകയാണ്. ഭൂമിയുടെ രേഖകളെ കുറിച്ച് ജയസൂര്യ പറഞ്ഞു. ബീഹാറിൽ പലപ്പോഴും ഞാൻ പോയിട്ടുള്ളതിന് തന്നെ എനിക്കറിയാം. ബീഹാറിൻ്റെ ഒരു ജോഗ്രഫി എന്ന് പറയുന്നത് എപ്പോഴും ഈ ഗംഗാ തടത്തിൽ എപ്പോഴും വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലം. ഇന്ന് നമ്മുടെ വീടിരിക്കുന്ന സ്ഥലത്തായിരിക്കത്തില്ല നാളെ വീട് വെക്കുന്നത്, കാരണം അവിടെ പുഴ മാറി വീഴും. അതുകൊണ്ട് ഏറ്റവും പ്രയാസം എന്ന് പറയുന്നത് ലാൻഡിൻ്റെ ഡോക്യുമെന്റ്സ് ആണ്. ബാക്കിയൊക്കെ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാൻ ലാൻഡിൻ്റെ ഡോക്യുമെന്റ്സ് ആണ്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഒരു കാര്യം ലാൻഡ് ഡോക്യുമെന്റ്സും പാസ്പോർട്ടുമാണ് അത് പറയുന്നത്. അപ്പോൾ സാധാരണക്കാർക്ക് അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. പിന്നീട് നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത, ഈ 7 കോടി ഇന്ത്യയിലെ ജനസംഖ്യയിൽ 2ാമത്തെ വലിയ സ്റ്റേറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ല ബീഹാറിൽ. 7 കോടി ആളുകളിൽ ഇപ്പോൾ ഈ ഒരു മാസം കൊണ്ട് തന്നെ 50 ലക്ഷം പുറത്തായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം ഈ ഫൈനൽ ഡേയ്സ് വന്നു കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഈ മൈഗ്രൻ്റ് ലേബറേഴ്സിനൊന്നും ഈ ഡോക്യുമെന്റ്സ് കൊണ്ടു കൊടുക്കാനുള്ള സമയമില്ല, അതിനുള്ള അറിവ് അവർക്കില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടി ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണി സംശയിക്കുന്നത് ഒരു 1.5-2 കോടി ആളുകൾ 7 കോടി ജനസംഖ്യയിൽ ഇത് പുറത്തു പോകുമെന്നൊരു സംശയം ഇപ്പോൾ ഉണ്ട്. ഇപ്പം തന്നെ 50 ലക്ഷം ഉണ്ടെന്ന് ഇലക്ഷൻ കമ്മീഷൻ തന്നെ സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പം ശരിയായ ഒരു ഇലക്ഷനാണോ നടക്കാൻ പോകുന്നത് ബീഹാറിൽ എന്നുള്ള ഒരു സംശയമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് തേജസ്വി യാദവ് പറഞ്ഞു ഇന്ത്യ മുന്നണിയുമായിട്ട് ആലോചിച്ച് എങ്ങനെ ഇലക്ഷനുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കും എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തീർച്ചയായിട്ടും സുപ്രീം കോടതി തന്നെ ചോദിച്ചിട്ടുണ്ടല്ലോ, സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത ID-യിൽ ഇലക്ഷൻ കമ്മീഷൻ എന്താ വിശ്വാസമില്ലാത്തത്? അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഈ നാട്ടിൽ നടന്ന ഇലക്ഷൻ്റെ ഒക്കെ സാധ്യത എന്താണ്? അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത ID-ക്ക് പോലും വിശ്വാസ്യതയില്ലെങ്കിൽ പിന്നെ എന്ത് ഡോക്യുമെൻ്റാണ് ഇവർ കൊണ്ടുവരേണ്ടത്? ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം നമ്പ്യാർ സാർ, ഇവിടെ പോളിറ്റിക്സാണ്. ഇതെല്ലാം ടെക്നിക്കലാണ്. ഇതിൻ്റെ പോളിറ്റിക്സ് എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് ഇന്ത്യ മുന്നണിക്ക് നല്ല വിജയമൊന്നും ഉണ്ടായില്ല, സത്യമാണ്. ഞങ്ങളുടെ പാർട്ടിക്ക് അവിടെ 22% വോട്ട് കിട്ടിയെങ്കിൽ 4 MP-മാരെ മാത്രമേ ജയിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അവിടെ ഇന്ത്യ മുന്നണിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം അവർ ആത്മപരിശോധന നടത്തുകയും അവരിന്ന് നല്ല ഇന്ത്യയിലെ മറ്റ് പല സ്റ്റേറ്റുകളിൽ ഇന്ത്യ മുന്നണി തകർന്നപ്പം ബീഹാറിൽ അവർ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നടന്ന പല സർവേകളിലും, എല്ലാ സർവേകളിലും ഞാൻ പറയുന്നില്ല, പല സർവേകളിലും ഒരു മാറ്റം ആവശ്യമുണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ചും നിതീഷ് കുമാറിന് തീരെ സുഖമില്ല, അതൊരു പ്രയാസമുള്ള കാര്യമാണ്, അദ്ദേഹത്തിന് തീരെ സുഖമില്ല. അപ്പോൾ ആ BJP JDU മുന്നണിക്ക് ഒരു മാറ്റം വരണം എന്നുള്ളത് ജനങ്ങളുടെ ഒരു താല്പര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സർവേകളെല്ലാം RJD കോൺഗ്രസ് കമ്പയിന് ഒരു മാറ്റം കാണിച്ചിരിക്കുന്നത്. ഈ RJD കോൺഗ്രസ് കമ്പയിൻ്റെ സോഷ്യൽ ബേസ് എന്ന് പറയുന്നത് അവിടുത്തെ പൂവറാണ്. അപ്പോൾ ആ പൂവറിന് ഈ വോട്ടിംഗ് റൈറ്റ്സ് ഒന്നും തെളിയിക്കാനുള്ള കഴിവൊന്നുമില്ല. അപ്പോൾ അവരെ ഒഴിച്ചു മാറ്റുക, അങ്ങനെ ഇലക്ഷനിൽ BJP ജയിക്കുക എന്നുള്ള അജണ്ട തന്നെയാണ്. അതാണ് ഇതിന്റെ പോളിറ്റിക്സ്. അല്ല വർഗീസ് സാർ, ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ. ഈ ഒഴിവാക്കപ്പെട്ട 52 ലക്ഷം പേർ അവരൊരു പ്രത്യേക പാർട്ടിയിൽ പെടുന്നവരാണോ?
അത് ഞാൻ പറഞ്ഞു, ഞങ്ങളൊരു സർവേ നടത്തിയായിരുന്നു. സർവേ നടത്തിയപ്പോൾ അതിൽ കണ്ടത് മിഡിൽ ക്ലാസ്സും അപ്പർ മിഡിൽ ക്ലാസ്സും അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് BJP RJD JDU കമ്പൈനെയാണ്. ദളിത് മൈനോറിറ്റീസ്, OBCs, ആദിവാസീസ്, വിമൻ ഇവരെല്ലാം ആഗ്രഹിക്കുന്നത് RJD കോൺഗ്രസ് ലെഫ്റ്റ് കമ്പൈൻ വരണമെന്നാണ്. അപ്പോൾ ആ ഒരു സർവേയുടെ അടിസ്ഥാനത്തിൽ BJPയുടെ ഒരു ഇന്റലക്ച്വൽ ഡിസ്കോഴ്സിൽ നടന്നതാണ്. എന്നാൽ പിന്നെ പൂർണ്ണ അങ്ങ് എക്സ്ക്ലൂഡ് ചെയ്യാം. ഇപ്പൊ ജയസൂര്യ സാർ പറഞ്ഞത് വോട്ടർ പട്ടിക പരിഷ്കരണം എന്നാണ്. ശരിക്കും പരിഷ്കരണമല്ല, ക്ലെൻസിങ് ആണ്, ശുദ്ധീകരണമാണ്. അവിടുത്തെ പൂർണ്ണ അങ്ങ് മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ലക്ഷ്യം. ഇത് നമ്മുടെ ഒരു അടിസ്ഥാന ഫിലോസഫിക്ക് എതിരാണ്, ഇലക്ഷന്റെ ഫിലോസഫിക്ക് എതിരാണ്. അങ്ങനെ ഒരു അജണ്ടയുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ? രാജ്യത്തെ പാവപ്പെട്ടവരെ, ദരിദ്ര വിഭാഗത്തെ മൊത്തം ഈ ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് ഒഴിവാക്കി മുന്നോട്ട് പോകാൻ പറ്റുമോ? അത് ചോദ്യം ചെയ്യപ്പെടില്ലേ? അതെ, അതാണ് സാർ ഞങ്ങൾ ചോദ്യം ചെയ്തിരിക്കുന്നത്. സുപ്രീം കോടതി ചോദ്യം ചെയ്തിട്ടുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ ചോദിച്ചിട്ടുണ്ട്. 3 ദിവസം പാർലമെന്റ് തടസ്സപ്പെടുത്തിയിട്ട് വന്നില്ലേ? ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് വോട്ട് ചെയ്യാൻ അവകാശം വേണമെന്ന് പറഞ്ഞ് പാർലമെന്റിൽ നമ്മൾ ബഹളം വെക്കേണ്ടി വന്നില്ലേ? കോടതി പോകേണ്ടി വന്നില്ലേ? എന്താണ് ഇതിന്റെ ആവശ്യം? ഇന്ത്യയിലെ 28 സ്റ്റേറ്റ്, 29 സ്റ്റേറ്റ് ആയിരുന്നു. ഒരു ദിവസം രാവിലെ ഒരു സ്റ്റേറ്റ് അങ്ങ് ഇല്ലാതെ 28 സ്റ്റേറ്റ്. ആ 28 സ്റ്റേറ്റിൽ നടത്താത്ത ഒരു കാര്യം എന്തുകൊണ്ടാണ് ഇപ്പം ബീഹാർ നടത്തുന്നത്? അതുകൊണ്ട് തീർച്ചയായിട്ടും പൂർണ്ണ എലിമിനേറ്റ് ചെയ്യുക, BJPക്ക് അധികാരം തുടരാനുള്ള തീരുമാനം എടുക്കുക. അതിൻ്റെ ഒരു ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഇതിന് കൂട്ടു നിൽക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ എത്രയോ ഹേറ്റ് സ്പീച്ചസ് ഉണ്ടായി കഴിഞ്ഞ 18ാം ലോക്സഭ ഇലക്ഷനിൽ. എന്തെങ്കിലും ഒരു നടപടി എടുത്തു? അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ കേന്ദ്ര ഗവൺമെന്റിന്റെ സൗകര്യം അനുസരിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് വളരെ ഉത്കണ്ഠയുള്ള സാഹചര്യമാണ് നമ്മുടെ ഡെമോക്രസിയിൽ, നമ്മുടെ ഭാരതത്തിന്റെ ജനാധിപത്യ റിപ്പബ്ലിക്കിൽ. അല്ല ഡോക്ടർ വർഗീസ് ജോർജ്, ഇപ്പം ബീഹാറിൽ ഒരു തുടക്കം, ഇനിയിപ്പം മറ്റ് സംസ്ഥാനങ്ങളിലും ഇതുപോലെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ക്ലെൻസിങ് പ്രക്രിയ നടത്തുന്നതിൽ എന്താണ് തെറ്റ്? പക്ഷേ അത് വസ്തുനിഷ്ഠമായിട്ടുള്ള പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം. ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ വെൻഡറ്റയുടെ പേരിൽ ഒരു വിഭാഗത്തെ പൂർണ്ണമായും ഒഴിവാക്കുക, ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ഒരു അജണ്ടയുമായി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി മുന്നോട്ട് പോകും എന്ന്. അല്ല നമ്പ്യാർ സാറേ, ഇലക്ഷൻ കമ്മീഷൻ എന്യൂമറേഷൻ നടത്തിയാൽ പോരെ? ഇലക്ഷൻ കമ്മീഷൻ ഹൗസ് ടു ഹൗസ് എന്യൂമറേഷൻ നടത്തണ്ടേ? അവരാ ചുമതലയിൽ നിന്ന് വിട്ടുമാറിയിട്ട് വോട്ടർ ഞങ്ങൾ തെളിയിക്കണം, ഞങ്ങൾ വോട്ടർമാരാണ്. അതും വളരെ ദുഷ്കരമായ ഡോക്യുമെന്റ്സ്. ബീഹാറിൽ എത്ര പേർക്കുണ്ട് പാസ്പോർട്ട്? ബീഹാറിൽ എത്ര പേർക്കുണ്ട് ലാൻഡ് റെക്കോർഡ്സ്? അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്പ്യാർ സാറ് ഇപ്പോൾ ഇവിടെ ഉന്നയിച്ച ആ സംശയത്തിലാണ് ഞങ്ങളെല്ലാം നിൽക്കുന്നത്. പാവപ്പെട്ടവർക്ക് എങ്ങനെ ഇത് കൊണ്ടുവരുന്നത്? എത്ര പേർക്ക് ആ പാസ്പോർട്ട് ഉള്ളത്, ലാൻഡ് റെക്കോർഡ്സ് ഉള്ളത്? എത്ര പേർക്ക് വീടുണ്ട് അവിടെ? അതിലെ സഞ്ചരിക്കുമ്പോൾ അറിയാം, എല്ലാം നേപ്പാളിന്റെ അതിർത്തിയിൽ, ഇവിടെ ജയസൂര്യ സാർ പറഞ്ഞു ശരിയാ, നേപ്പാളിന്റെ അതിർത്തിയിൽ എല്ലാം ഒറ്റമുറി വീടുകൾ, ഒരു തോർത്ത് പോലും ഇല്ല ദേഹത്തിടാൻ. അങ്ങനെയുള്ള പാവപ്പെട്ടവർക്ക് എവിടുന്ന പാസ്പോർട്ട്? യെസ്, ഡോക്ടർ മോഹൻ വർഗീസ് ഇതുവരെ ഇവിടെ സംസാരിച്ചത് 3 പാർട്ടികളുടെ ഔദ്യോഗിക വക്താക്കൾ ആണ്. അപ്പോൾ ഈ വിഷയത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് വളരെ ശ്രദ്ധാപൂർവം ഉറ്റുനോക്കുന്നുണ്ടാവും പ്രേക്ഷക. നോക്കൂ, ഇത് ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ പേരിലാണോ ഇത്തരത്തിലൊരു വോട്ടർ പട്ടിക ബഹിഷ്കരണത്തിലേക്ക് പോയത്? ഇപ്പോൾ വർഗീസ് സാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും ഒരായുധമാക്കി മാറ്റുന്നു, ഒരു വിഭാഗത്തെ, പ്രത്യേകിച്ച് ദരിദ്ര വിഭാഗത്തെ പൂർണ്ണമായും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഗൂഢ നീക്കം നടക്കുന്നുണ്ട് എന്നുള്ള സംശയവും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഇതിലെ വാസ്തവം? എന്താണ് താങ്കളുടെ നിരീക്ഷണം? ശ്രീ അനിൽ, ഇവിടെ ഇതിന്റെ വാസ്തവം എന്ന് പറയുന്നത് സത്യം തലനാരിഴങ്ങേറി പരിശോധിക്കുമ്പോൾ ഇവിടെ ഉരുത്തിരിയുന്ന 1-2 ചോദ്യങ്ങളുണ്ട്. ന്യായമായ ചില ചോദ്യങ്ങളുണ്ട്, ന്യായമായ സംശയങ്ങളുമുണ്ട്. ആ സംശയങ്ങളിൽ നിന്നാണല്ലോ ചോദ്യങ്ങൾ ഉണ്ടാവുക. ഇവിടെ വോട്ടവകാശം സംബന്ധിച്ച വിഷയമാണ്. ആരാണ് വോട്ടവകാശി? ബീഹാറിലെ ജനങ്ങൾ. ഡോക്ടർ വർഗീസ് ജോർജ് സാർ പറഞ്ഞ കാര്യങ്ങൾ, എന്റെ ഗുരുനാഥൻ കൂടിയാണ് ഡോക്ടർ വർഗീസ് ജോർജ്, ഞങ്ങൾ സഹപ്രവർത്തകരും കൂടിയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പാനലിൽ വരുന്ന ആദ്യമായിട്ടാണ് എന്ന് തോന്നുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞത് ഒരു പാവപ്പെട്ട ഒരു ജനതയെ, ഗുരുനാഥനോടുള്ള ബഹുമാനം കാരണം പൂർണ്ണമായി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കരുത് കേട്ടോ. ഒരിക്കലുമില്ല. തീർച്ചയായും
നിലപാടുകളെ ബഹുമാനിക്കുന്നു. പക്ഷേ എനിക്ക് നിഷ്പക്ഷമായി ഞാനൊരു പാർട്ടിയുമായും അസോസിയേറ്റ് ചെയ്യുന്ന ഒരാളല്ല. അതുകൊണ്ട് തീർച്ചയായും അതിനെ ഒരു മെറിറ്റ് ഇഷ്യൂ മാത്രമാണ് എനിക്ക് പരിഗണിക്കാനാവുന്നത്. അങ്ങനെ നോക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശമുണ്ട് വോട്ടർ പട്ടിക ക്ലെൻസ് ചെയ്യുക, അല്ലെങ്കിൽ ഡോക്ടർ വർഗീസ് ജോർജ് പറഞ്ഞ രീതിയിലുള്ള ക്ലെൻസിംഗ് അല്ല, അശുദ്ധമായിട്ടുണ്ട് എങ്കിൽ, മരിച്ചവർ വോട്ടർ പട്ടികയിൽ തുടരുന്നു എങ്കിൽ, അല്ലെങ്കിൽ പൂർണ്ണമായും അർഹതയില്ലാത്ത ആളുകൾ ഏതെങ്കിലും രീതിയിൽ വോട്ടർ പട്ടികയിൽ ഇലക്ടറൽ റോളിൽ കടന്നുകൂടിയിട്ടുണ്ട് എങ്കിൽ അത് കാലാകാലങ്ങളിൽ ശുദ്ധീകരിച്ച് അർഹതയുള്ളവർക്ക് മാത്രമായി വോട്ടവകാശം പരിമിതപ്പെടുത്താനുള്ള ഘടനാപരമായ ചുമതലയാണ് ഭരണഘടനാ ഇൻസ്റ്റിറ്റ്യൂഷനായ തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്. അത് മാത്രമല്ല, ജനപ്രാതിനിധ്യ നിയമത്തിലെ 21-ാം അനുച്ഛേദം അനുസരിച്ച് വോട്ടർ പട്ടികയിൽ വേണ്ട സമയം വേണമെങ്കിൽ ഈ ഇന്റൻസീവ് ചേഞ്ചസ്, റാഡിക്കൽ ചേഞ്ചസ് വരുത്താൻ ഉള്ള അവകാശം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. ആ അവകാശം ഉപയോഗിച്ചുകൊണ്ടാണ് ചില നിബന്ധനകൾ ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചു. വോട്ടർ പട്ടിക 1987 ശേഷം ജനിച്ച ആളുകൾ, ഇപ്പോൾ അവർക്ക് 38 വയസ്സുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ, അത് വലിയൊരു നമ്പർ ഉണ്ട്. ഇന്ത്യ ഇസ് എ യങ് പോപ്പുലേഷൻ, ഇന്ത്യ ഹാസ് എ വെരി യങ് പോപ്പുലേഷൻ. അതൊരു വലിയ നമ്പറാണ്. ബീഹാറിൽ നിന്ന് കടന്നു വരുന്ന ആളുകൾ, ഈ യങ് പോപ്പുലേഷനിൽ വരുന്ന 38 വയസ്സും 21 വയസ്സിനും 38 വയസ്സിനും ഇടയിലുള്ള ഈ സമ്മതിദായകർ, അവർക്ക് സ്വല്പം ബുദ്ധിമുട്ടാണ് എന്നത് വളരെ സ്വാഭാവികമാണ്. കാരണം അവരുടെ പിതാക്കന്മാരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ഒരുപക്ഷെ അവർക്ക് സാധിച്ചു എന്ന് വരില്ല. എത്ര പേരുടെ കൈവശമാണ് ബീഹാറിലെയൊക്കെ ജനതയിൽ എത്ര പേരുടെ കൈവശമാണ് ബർത്ത് സർട്ടിഫിക്കറ്റ്? പക്ഷെ ഓർക്കുക, ആ ബർത്ത് സർട്ടിഫിക്കറ്റ് മാത്രമല്ല യോഗ്യതയ്ക്കുള്ള, അവർക്കുള്ള അർഹതയ്ക്കുള്ള മാനദണ്ഡം എന്നുകൂടി ഓർക്കുക. 19ഓളം ഐറ്റംസ് ആണ്, ബാങ്ക് രേഖകൾ ഉൾപ്പെടെയുള്ള 19ഓളം ഐറ്റംസ് ആണ് അനുവദനീയം. പക്ഷെ 2 ഐറ്റംസ് ഈ വോട്ടർ എലിജിബിലിറ്റിക്ക് വേണ്ടി, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടിയുള്ള എലിജിബിലിറ്റിക്ക് വേണ്ടി സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ഈ ആധാർ ബയോമെട്രിക്സ് ഉൾപ്പെടെ ഉണ്ടാകുന്നുള്ള ആധാർ കാർഡ് ഒരു യോഗ്യതയല്ല. ആധാർ കാർഡ് ഒരു ഐഡന്റിറ്റി പ്രൂഫാണ്. പക്ഷെ അത് ഒരു രേഖയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഈ എക്സർസൈസിൽ അനുവദിക്കുന്നില്ല എന്നതാണ് പല പുരികങ്ങളും ചൊളിയാനുള്ള ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, നിലവിലുള്ള ഐഡന്റിറ്റി കാർഡ്, ഇവര് കഴിഞ്ഞ എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തവരാണ്. 21 വയസ്സിനും 38 വയസ്സിനും ഇടയിൽ അവർ എത്രയോ 5-6 പൊതു തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തിട്ടുള്ള ആളുകൾ, സംസ്ഥാന ദേശീയ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തിട്ടുള്ള വോട്ടർ ഐഡന്റിറ്റി കാർഡ് കൈവശമുള്ളവർക്ക് പോലും വീണ്ടും അത് തെളിയിക്കാനുള്ള തങ്ങൾക്ക് അർഹതയുണ്ട് എന്ന് ഒരിക്കൽ കൂടി രേഖകളുടെ അടിസ്ഥാനത്തിൽ, മറ്റു രേഖകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കേണ്ട ആവശ്യം വരുമ്പോഴാണ് ആരോപണങ്ങൾ ഉണ്ടാവുന്നത്. പക്ഷേ ഈ ആധാർ ഒരു മാനദണ്ഡമാക്കാത്തത്, വ്യാജമായിട്ട് ആധാർ കാർഡുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന പല സ്ഥലങ്ങളും അവിടെയുണ്ട്. അവിടെ പോലീസ് റെയ്ഡ് നടത്തി അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്ന് തോന്നുന്നു. തീർച്ചയായും വ്യാജ ആധാറുകളുമായി എത്ര പേരാണ് പിടിയിലായത്? എത്രയോ കേസുകൾ നമ്മൾ പൊതുമധ്യത്തിൽ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ആധാറിനെ ഒരു പക്ഷേ ആധികാരിക രേഖയാക്കി മാറ്റിയാൽ അത് വഴിയാധാരമാകും. ആ ഒരു പ്രക്രിയ തന്നെ വഴിയാധാരമാകും. അതുകൊണ്ട് അത് സാധിക്കില്ല. പക്ഷേ ഇവിടെ ഈ തിടുക്കം, ഒരു പ്രധാന ആരോപണമായി വന്നിരിക്കുന്നത് ഒരു തിടുക്കമാണ്. എന്തുകൊണ്ട് ബീഹാർ എന്ന ചോദ്യം, അതിനുള്ള ഉത്തരമാണ് ഒരുപക്ഷെ ഡോക്ടർ വർഗീസ് ജോർജ് പറഞ്ഞത്. അവിടെ നിരക്ഷര കുക്ഷികളായ ഒരുപാട് പേരുണ്ട്. അവരിൽ ഒരുപാട് പേര് ഡൽഹിയിലും എന്തിന് കേരളത്തിലും ഒക്കെ വന്ന് ജോലി ചെയ്യുന്ന ആളുകളാണ്. അവർക്കൊക്കെ അവകാശമുള്ള ആളുകളാണ്. അവരെ ഒരുപക്ഷെ ട്രേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അവരുടെ വീട്ടുകാർക്ക് തന്നെ പലപ്പോഴും അവരെ കണ്ടെത്താൻ ബുദ്ധിമുട്ട് വരും. അവരെവിടെയാണ്, അവരുമായി നിരന്തരമുള്ള ബന്ധം, ടെലിഫോൺ ബന്ധം ഒക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഓർക്കൂ, അതിനൊരു മറുവശം കൂടിയുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമായി പറയുന്നു, ബ്ലോക്ക് ലെവൽ ഏജന്റ്സ്, അവർക്ക് തീർച്ചയായും ഇവരുമായി ബന്ധപ്പെടാൻ കഴിയും. ആ രേഖകൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിവിടെ ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നതൊക്കെ വലിയ ഒരു പ്രക്രിയയാണ് എന്നതാണ് ആരോപണം. അത് ശരിയുമാണ്. പക്ഷേ അവർക്ക് ഇതിന് എങ്ങനെയെങ്കിലും അത് പൂരിപ്പിച്ചതിന് ശേഷം, അവർക്ക് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി പോലും ആ രേഖകൾ പൂരിപ്പിച്ചതിന് ശേഷം തിരിച്ച് വാട്സപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അത് സ്വീകരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ ആ പ്രക്രിയ കഠിനമാണെന്ന് പ്രഥമദൃഷ്ട്യാ തോന്നിയാൽ പോലും ആ പ്രക്രിയ ലഘൂകരിക്കാനുള്ള ഉപാധികൾ കൂടി
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനുള്ളിലെ ഒരു സതുദ്ദേശപരമായ കാര്യം കാണാതെ പോകരുത്. എപ്പോഴും നമ്മൾ ദുരുദ്ദേശപരമായ കാര്യങ്ങൾ കാണുമ്പോൾ, പ്രത്യേകിച്ചും രാഷ്ട്രീയമാണ്, ദുരുദ്ദേശപരമായി പറയുകയാണെങ്കിൽ തീർച്ചയായും ഒരു രാഷ്ട്രീയ ചായ്വ് ബീഹാറിലെ ജനസംഖ്യയിലെ ഒരു നല്ല പങ്ക് ന്യൂനപക്ഷമാണ്. പ്രത്യേകിച്ചും ബീഹാർ ബംഗാളുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ ന്യൂനപക്ഷ സാന്നിധ്യമുണ്ട്. അവർ മാത്രമല്ല പട്ടികയ്ക്ക് പുറത്താകാൻ പോകുന്നത്. ഭൂരിപക്ഷ സമുദായത്തിലെ ആളുകൾ ഒരുപക്ഷെ പട്ടികയ്ക്ക് പുറത്താകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പാവപ്പെട്ടവർ മാത്രമല്ല പട്ടികയ്ക്ക് പുറത്താകാൻ സാധ്യതയുള്ളവരെ, വലിയ രീതിയിൽ യാത്ര ചെയ്യുന്നവർ, മറ്റിടങ്ങളിൽ പോയി താമസിക്കുന്നവർ, അവർക്കൊക്കെ മാതൃ സംസ്ഥാനത്ത് ഞാൻ നേരത്തെ വർഗീസ് സാറിനോട് ചോദിച്ചത് ഒരു പ്രത്യേക പാർട്ടിയിലുള്ളവരെ മാത്രമാണോ പുറത്താക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഞാൻ ഉന്നയിച്ചിരുന്നു. അതെങ്ങനെ അങ്ങനെ സാധിക്കും? വോട്ടർ ഐഡന്റിറ്റി കാർഡ് ഇഷ്യൂ ഒരു പാർട്ടി തിരിച്ചോ അല്ലെങ്കിൽ അവരുടെ ഒരു ജാതി തിരിച്ചോ മതം തിരിച്ചോ പാർട്ടി തിരിച്ചോ ചെയ്യണമെങ്കിൽ PLA പാർട്ടി പരിഗണന അനുസരിച്ച് പ്രവർത്തിച്ചാൽ അത് സാധിക്കും. അത് സാധിക്കില്ല എന്നൊന്നും പറയാനാവില്ല. അവരുടെയൊക്കെ ആ ലോക്കൽ ഏജൻസിന് അറിയാം. അവരെല്ലാം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട മനസ്സുള്ളവരാണെങ്കിൽ അവരൊന്ന് ആഞ്ഞ് വിചാരിച്ചാൽ ഓരോരുത്തരുടെയും രാഷ്ട്രീയ അഭിരുചി അല്ലെങ്കിൽ വോട്ടിംഗ് ഇന്റൻഷനെ കുറിച്ച് ഒരു അറിവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവർ വിചാരിച്ചാൽ സാധിക്കും. പക്ഷെ എല്ലാ BLAയും ഒരുപോലെ തന്നെ ഈ സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് ചില പാർട്ടികളോട് ആഭിമുഖ്യമുള്ള, പ്രത്യേകിച്ച് രാഷ്ട്രീയ ജനതാദളിനോടോ കോൺഗ്രസ് പാർട്ടിയോടോ അവരെല്ലാം ചേർന്നതാണല്ലോ മഹാഗഠബന്ധൻ. ആ ഗഠബന്ധൻ കക്ഷികളോട് മാത്രം ആഭിമുഖ്യമുള്ളവരെ തെരഞ്ഞു പിടിച്ച് പുറത്താക്കുക എന്ന് പറയുമ്പോൾ കഠിനമായ പ്രയത്നം വേണ്ടിവരും. അപ്പൊ അങ്ങനെയൊക്കെ ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇതിനൊരു നല്ല ഇന്റൻഷൻ ഉണ്ട്. ബീഹാറിലൊരു തുടക്കമാണ്. ഇത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കും. ഇവിടെ ഏറ്റവും വലിയ, ഇതിനേക്കാൾ വലിയ ആരോപണമായി വരുന്ന ഒരു കാര്യമുണ്ട്. അതായത് ദേശീയ പൗരത്വ രജിസ്റ്റർ ആക്ച്വലി രാജ്യവ്യാപകമായി വരുമ്പോൾ വിദേശത്ത് നിന്ന്, പ്രത്യേകിച്ച് നേപ്പാളിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമാറിൽ നിന്നും കാലാകാലങ്ങളിൽ ഇവിടെ കടന്നു വന്ന് അനധികൃതമായ രീതിയിൽ ഇവിടെ കഴിഞ്ഞുകൂടുകയും അവര് വ്യാജ ഇന്ത്യൻ ഐഡന്റിറ്റി നേടിയെടുക്കുകയും വോട്ടർ ഐഡന്റിറ്റി നേടിയെടുക്കുകയും വോട്ടിംഗ് റൈറ്റ് നേടിയെടുക്കുകയും അത് സിറ്റിസൺഷിപ്പിന്റെ ഒരു മാനദണ്ഡമായി മാറുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രക്രിയ. ആ ഒരു അവസ്ഥ അവസാനിച്ചേ തീരൂ. അത് തീർച്ചയായും രാജ്യ താല്പര്യത്തിന്, കാരണം ദേശീയ സുരക്ഷയ്ക്ക് കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ദേശീയ സുരക്ഷയെ മുൻനിർത്തി വിദേശത്ത് നിന്നും വിദേശ പൗരന്മാർ മതിയായ രേഖകളില്ലാതെ ഇവിടെ വന്ന് അനധികൃതമായ താമസം ഉറപ്പിച്ച് അവർ പൗരന്മാരായി പരിഗണിക്കപ്പെടുകയും വോട്ടർമാരെ അംഗീകരിക്കപ്പെടുന്നവരെ പൊതുജനം പൗരന്മാരായി മാത്രമേ പരിഗണിക്കൂ. കാരണം വോട്ടിംഗ് റൈറ്റ് ഉള്ളത് പൗരന് മാത്രമാണ്. പ്രായപൂർത്തിയായ ഇന്ത്യൻ പൗരനായിരിക്കണം. അപ്പൊ അതൊരു കുറുക്ക് വഴിയായി സ്വീകരിക്കുന്ന ആ അവസ്ഥാവിശേഷം ഉണ്ടാകാതെ ഇരിക്കുന്നതിനുള്ള പ്രിക്കോഷൻ എന്ന നിലയിലാണ് ഒരുപക്ഷെ ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായത്. പക്ഷെ ഈ നീക്കം തീർച്ചയായും ഒരുപിടി ജനാധിപത്യ പ്രക്രിയക്ക് വലിയ വെല്ലുവിളിയാണ്. കാരണം ഒരു സാങ്കേതികമായ കാരണങ്ങളാൽ തങ്ങളുടെ സമ്മതിദാന നഷ്ടപ്പെടുന്ന ഒരു അനുഭവം നോക്കൂ. ഇതിന്റെ ഒരുപാട് സാങ്കേതികതയുണ്ട് ശ്രീ അനിൽ. അവിടെയാണ് അതിനകത്ത് എനിക്കത് അതുകൊണ്ടാണ് നിഷ്പക്ഷമായിട്ട് മാത്രമേ എനിക്ക് വിലയിരുത്താൻ പറ്റൂ എന്ന് പറയുന്നത്. യാത്ര ചെയ്യുന്ന ആളുകൾ, കേരളത്തിൽ വന്ന് താമസിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള 30 ലക്ഷത്തിൽ പേരാണെന്ന് ഓർക്കണം. 20 ലക്ഷത്തിൽ പേർ മരിച്ചുപോയവരാണ്. തീർച്ചയായും അവർ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്ത് പോകേണ്ടവർ തന്നെയാണ്, സംശയമില്ല. 7 ലക്ഷത്തോളം പേർ രണ്ട് പട്ടികയിൽ, അതായത് മറ്റിടങ്ങളിലും വോട്ട് ഉള്ളവരാണ് എന്ന് കണ്ടെത്തിയ ആളുകളാണ്. അത് ഘടനാപരമായി കണ്ടെത്തിയതാണ്. ആ കാര്യത്തിലും സംശയമില്ല. അങ്ങനെ 38 ലക്ഷം പേർ. ഇപ്പം ആരോപണ വിധേയം എന്ന് പറയുന്നത് 50 ലക്ഷത്തിലധികം പേരാണ്. 58 ലക്ഷം പേരാണ് ഈ ഘട്ടത്തിൽ പുറത്തു പോകുന്നത്. ആദ്യം 3 കോടിയോളം പേര് പുറത്തു പോകും എന്ന ഊതിപ്പെരു വെച്ച കണക്കുകൾ കേട്ടുവെങ്കിലും ഇപ്പോൾ കേൾക്കുന്നത് 50 ലക്ഷത്തിനും 60 ലക്ഷത്തിനും ഇടയിൽ പേരാണ് 28-ാം തീയതിക്കുള്ളിൽ ഇതിന്റെ ഫൈനലൈസ് ചെയ്യുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം 1-ാം തീയതി ഇത് ഫൈനലൈസ് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞ് ഒരു മാസത്തെ ഗ്രേസ് പീരീഡ് ഉണ്ട്. തർക്കങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാനും വേണ്ട തിരുത്തലുകൾ വരുത്താനും വേണ്ടി വന്നാൽ ചില പേരുകൾ അനർഹരെ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ വെട്ടിക്കളയാനും പുതിയ പേരുകൾ ഉണ്ടെങ്കിൽ ന്യായമാണെങ്കിൽ ചേർക്കാനും 1 മാസം സമയമുണ്ട്. അപ്പം തിടുക്കത്തിൽ എന്ന് പറയുമ്പോഴും തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് ഒക്ടോബറിലാണ്. പക്ഷേ അതിന് ഇനിയും ഓഗസ്റ്റ് മാസം മുഴുവൻ തന്നെ ഉണ്ട്, പിന്നീട് സെപ്റ്റംബർ ഉണ്ട്. അപ്പോൾ ആ ഒരു ബ്രീതിങ് പീരീഡ് ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് കോടതിയുടെ വിധി തീർച്ചയായും നിർണായകമായി. ഈ കേസ് കോടതിയുടെ പരിഗണനയിലാണ്. അപ്പൊ നമ്മൾ ഒരു പരിധിയിൽ കൂടുതലാണ് സാങ്കേതികതയിലേക്കും നൈതികയിലേക്കും പോകുന്നത്, സബ്ജുഡീസ് ആകും എന്ന ഒരു ഭയവുമുണ്ട്. അതുകൊണ്ടാണ് 28-ാം തീയതി വരുന്ന കോടതി വിധി എന്തെല്ലാം ഈ ഡോക്യുമെന്റിന്റെ ആധികാരികതയെക്കുറിച്ചും കോടതി പറയുകയാണ്. ആധാർ
ഒരു ഡോക്യുമെന്റായി എടുക്കാം, അങ്ങനെ വോട്ടിംഗ് അവകാശം കൊടുക്കാം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എതിർക്കാനാവില്ല. അങ്ങനെ ആകട്ടെ, അത് കോടതി പറയട്ടെ. നമുക്ക് അവസാനമായി ഉള്ള അത്താണി കോടതിയാണ്. അപ്പൊ കോടതിയിൽ ഇരിക്കുന്ന ഒരു വിഷയം മുൻകൂട്ടി പക്ഷേ എങ്കിലും കോടതിയും എതിർക്കും. ആധാറിന്റെ ജെന്യൂനിറ്റി പരിശോധിക്കേണ്ടി വരുമല്ലോ, പ്രത്യേകിച്ച് വ്യാജ ആധാർ കാർഡുകൾ ഫർദർ കേസ് ഉണ്ട് എന്നതിന്റെ പശ്ചാത്തലത്തിൽ ഫർദർ കേസുകൾ ഉണ്ടാകും. അതിന് ചോദ്യം ചെയ്തുകൊണ്ട് കോടതിക്ക് അങ്ങനെ ഒരു നിരീക്ഷണം ഉണ്ടെങ്കിൽ ആധാർ കാർഡിന് ഫർദർ കേസുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു നിയമ പോരാട്ടത്തിലേക്ക് വരും. ഇതിനിടയിലാണ് ഇതെല്ലാം, ഈ പശ്ചാത്തലത്തിലാണ് രാഷ്ട്രീയ ജനതാദളിന്റെ ഭാഗത്ത് നിന്ന്, ഡോക്ടർ വർഗീസ് ജോർജിന്റെ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു കാര്യമാണ്. ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഞങ്ങൾക്ക്, ഈ രൂപത്തിലുള്ള പ്രക്രിയയിൽ ഞങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ ഇങ്ങനെയുള്ളൊരു ഇതിൽ പങ്കാളിയാകാൻ ഞങ്ങൾ തയ്യാറാവില്ല എന്ന് ഡോക്ടർ വർഗീസ് ജോർജ് സാറിന്റെ ഉൾപ്പെടെ നേതാവ് തേജസ്വി യാദവ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നടത്തിയ പ്രസ്താവന കാണുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ നിന്നും വിട്ടു നിൽക്കുക എന്നത് അത്ര ആരോഗ്യപരമായ ഒരു കാര്യമല്ല. ഇവിടെ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് സൃഷ്ടിക്കപ്പെടണം, ആശങ്കകൾ ദൂരീകരിക്കപ്പെടണം. അതിന് കോടതിയുടെ ഇടപെടൽ മാത്രം പോരാ, അതിനൊരു ഏകമാന സ്വഭാവം വേണം. ബീഹാറിൽ നിന്നും മറ്റ് ഇടങ്ങളിലേക്ക് ഈ തരം എക്സസൈസ് വ്യാപിക്കുമ്പോൾ ബീഹാറിൽ എന്തെങ്കിലും ന്യൂനത പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മറ്റിടങ്ങളിലേക്ക് ന്യൂനതയാർന്ന, ഊനമില്ലാത്ത രീതിയിലുള്ള ഇലക്ട്രൽ റോളുകൾ സജ്ജീകരിക്കുക എന്നതും ജനാധിപത്യ പ്രക്രിയ പരിപോഷിപ്പിക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ശ്രീ അനിൽ. അഡ്വക്കേറ്റ് ജയസൂര്യൻ, ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമറിൽ നിന്നും നേപ്പാളിൽ നിന്നും അനധികൃതമായി കടന്ന് കയറിയവരുടെ സാന്നിധ്യമാണോ അലോസരപ്പെടുത്തുന്നത്? അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഒരു 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 പരിഷ്കരണത്തിലേക്ക് കടക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചത്. എന്തായാലും ഈ പരിഷ്കരണം എന്തുകൊണ്ട് എന്നതിന് കൃത്യമായിട്ടുള്ള വിശദീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഈ ഒരു കടന്ന കയറ്റം മാത്രമല്ല, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നും ഒക്കെ കേരളത്തിൽ പണിയെടുക്കാൻ വന്നവർക്ക് പോലും റേഷൻ കാർഡുണ്ട്, ഇവിടെ അവർക്ക് ആധാർ കാർഡുണ്ട്. അങ്ങനെയൊരു സ്ഥിതിവിശേഷം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ വിദേശികളുടെ കടന്നുകയറ്റം എന്ന് പറയുന്നത് ഒരു കാരണം മാത്രമാണ്. അതവിടെ ആ ഭാഗത്ത് വളരെ കൂടുതലായിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ നേപ്പാൾ, അതുപോലെ മ്യാൻമാർ, അതുപോലെ ബംഗ്ലാദേശ്, ഈ 3 രാജ്യങ്ങളിൽ നിന്നുള്ളവര് വൻതോതിൽ ബീഹാറിൽ ഉണ്ട് എന്നുള്ളതും വോട്ടേഴ്സ് ലിസ്റ്റിലും ഉണ്ട് എന്നുള്ളതുമാണല്ലോ ഇപ്പൊ പ്രധാനപ്പെട്ട പ്രശ്നം. അത് ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ഇവിടെ ശ്രീ സേനാപതി വേണുവും അതുപോലെ തന്നെ ഡോക്ടർ ജോർജ് വർഗീസ് ജോർജും പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അതിന് ഞാനൊരു മറുപടി പറയേണ്ടതുണ്ട്. അതായത് ഈ സ്ഥലത്തില്ലാത്ത കാരണം പറഞ്ഞുകൊണ്ട് ഒഴിവാക്കുന്നത് ശരിയാണോ എന്ന് തീർച്ചയായിട്ടും അല്ല. ഇപ്പോ നമ്മള് കേരളത്തിലുണ്ട്, പക്ഷെ വോട്ടിന്റെ സമയത്ത് നമ്മൾ കേരളത്തിലില്ല, നമ്മൾ യാത്രയായി പോയി, നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്ത് നമ്മൾ ജീവിച്ചിരിക്കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് മാറ്റുന്നില്ല. അത് മാറ്റുന്നു എന്ന് പറയുന്നത് ശരിയല്ല. അത് ഞാൻ സമ്മതിക്കുന്നു, തീർച്ചയായിട്ടും ശരിയാണ്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം അതല്ല. മരിച്ചുപോയ 20 ലക്ഷം പേര്, അവരിൽ നല്ലൊരു ശതമാനം ആൾക്കാർ വോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇന്ന് കർക്കിടകവാവാണ്, മരിച്ചുപോയവർക്ക് ശ്വാസമൊക്കെ എടുത്ത ദിവസമാണ്. ഈ കണ്ണൂർ ജില്ലയില് ഈ മരിച്ചുപോയവരെ കാണാൻ വേണ്ടി ആൾക്കാർ വോട്ടിംഗ് ബൂത്തിൽ, വോട്ടേഴ്സിൽ പോളിംഗ് ബൂത്തിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ മരിച്ചുപോയവർ വന്ന് വോട്ട് ചെയ്തേച്ച് പോകുന്ന കാണാൻ പറ്റും. ഒന്നും മിണ്ടാൻ പറ്റിയാൽ മിണ്ടിട്ടുണ്ട് തല്ലി കിട്ടും. അപ്പൊ അതുകൊണ്ട് ബീഹാറിൽ ഇങ്ങനെയൊരു സംഭവമുണ്ട്. ഈ മരിച്ചുപോയ 20 ലക്ഷം പേരിൽ നല്ലൊരു ശതമാനം ആൾക്കാർ ബീഹാറിൽ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന്. പിന്നെ 28 ലക്ഷം പേര് ബീഹാറിന് പുറത്താണ്. അവര് കേരളത്തിലുണ്ട്, മറ്റു പല സംസ്ഥാനങ്ങളിലും ഉണ്ട്. അവരവിടെ ജോലി ചെയ്യുമ്പോൾ തന്നെ അവരുടെ വോട്ട് ചെയ്യാൻ വേറെ ആൾക്കാർ അവിടെ ഉണ്ട്, അവർ വോട്ട് ചെയ്യുന്നുമുണ്ട്. ഇതാണ് പ്രശ്നം. നേരെ മറിച്ച് ഇവര് തന്നെ പോയി അവിടെ വോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. അതാണ് ഈ പുറത്തു പോയവർക്ക് വോട്ടവകാശം വേണ്ട എന്നുള്ള ചോദ്യത്തിന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഈ പുറത്തു പോയവർ പുറത്ത് പണിയെടുക്കുമ്പോൾ തന്നെ അവരുടെ വോട്ട് ചെയ്യാൻ പകരം ആൾക്കാർ അവിടെ വോട്ട് ചെയ്യുന്നു. പരലോകത്ത് പോയവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പകരം ആൾക്കാർ വന്ന് വോട്ട് ചെയ്യുന്നു. ഈ സംവിധാനം തിരുത്തേണ്ടതല്ലേ? അതാണ് പ്രധാനമായിട്ടുള്ള ചോദ്യം. അതുപോലെ ഡ്യൂപ്ലിക്കേഷൻ, 2 സംസ്ഥാനങ്ങളിൽ വോട്ടവകാശമുള്ളവര്, 2 സംസ്ഥാനങ്ങളിൽ വോട്ടർ ഐഡന്റിറ്റി കാർഡ് ഉള്ളവര്, 2 സംസ്ഥാനങ്ങളിൽ ആധാർ കാർഡ് ഉള്ളവര്, 2 അല്ല അതിൽ കൂടുതലുള്ളവരും ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. 7 ലക്ഷം പേരെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ടും ഇലക്ഷൻ കമ്മീഷൻ കണ്ടുപിടിച്ച ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ തന്നെ മരിച്ചുപോയ 20 ലക്ഷം പേര്, സ്ഥലത്തില്ലാത്ത 28 ലക്ഷം പേര്, ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ളവർ 7 ലക്ഷം പേര്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടെങ്കിലും ഒരിക്കലും ഒരിടത്തും കണ്ടെത്താൻ കഴിയാത്ത 1 ലക്ഷം പേര്.
വലിയ തുകയാണ്, വലിയ സംഖ്യയാണ്. അപ്പൊ ഈ സംഖ്യയെ പേറിക്കൊണ്ട് പോകുമ്പോൾ അവിടെ ശ്രീ വർഗീസ് ജോർജ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതെല്ലാം ദളിതരാണ്, പാവങ്ങളാണ്, ആദിവാസികളാണ്, പിന്നോക്കക്കാരാണ്, SC ആണ്, ST ആണ്, അതുകൊണ്ട് അവരെയെല്ലാം വെട്ടിമാറ്റാനാണ്. അവരെയെല്ലാം വെട്ടിമാറ്റിയിട്ടുണ്ടെങ്കിൽ BJPക്കാണ് വലിയ നഷ്ടം വരാൻ പോകുന്നത്. ഞാനീ പറയുന്ന കാര്യം സംശയം ഉണ്ടെങ്കിൽ പാർലമെന്റിൽ കയറി ഒന്ന് എണ്ണി നോക്കൂ. ഈ രാജ്യത്തുള്ള മുഴുവൻ നിയമസഭകളിലും കയറി MLA-മാരുടെ എണ്ണം എടുത്തു നോക്കൂ. അപ്പോൾ പട്ടികജാതി, പട്ടികവർഗം, ആദിവാസി, OBC, പിന്നോക്കം, ദളിത്, ഇവിടെയെല്ലാം ഭൂരിപക്ഷം MLA-മാരും MP-മാരും BJPക്കാരാണ്. അതുകൊണ്ട് ഈ പറയുന്ന ഭൂരിപക്ഷത്തെ വെട്ടിമാറ്റാനുള്ള ബുദ്ധിശൂന്യതയൊന്നും BJP ചെയ്യാൻ പോകുന്നില്ല. BJP അങ്ങനെ ഒട്ടും ചെയ്യുകയുമില്ല. അപ്പോൾ അത് കേവലം ഇവിടെ നമ്മുടെ ലോകം കണ്ട ഏറ്റവും വലിയ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനായിട്ടുള്ള നമ്മുടെ തോമസ് ഐസക് പറഞ്ഞ പോലെ ഇത് വല്ലതും നടപ്പുള്ള കാര്യമാണോ? ഈ ഡിജിറ്റൽ കറൻസി ഒക്കെ കൊണ്ടുവന്നാൽ ഇവിടുത്തെ മത്തി വിൽക്കുന്നവൻ, പാവയ്ക്ക വിൽക്കുന്നവൻ എങ്ങനെ ഇതൊക്കെ ചെയ്യും എന്ന് ചോദിച്ച് കേരളത്തെ അമ്പരപ്പെടുത്തിയ ആളാണ്. ഇപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, വാട്സാപ്പിൽ കൂടി അയച്ചു കൊടുക്കുന്ന രേഖ മതി. കേരളത്തിൽ ഇരുന്നോട്ടെ, തമിഴ്നാട്ടിൽ ജോലി ചെയ്തോട്ടെ, അല്ലെങ്കിൽ അമേരിക്കൻ ആയിക്കോട്ടെ, അവരുടെ ഐഡന്റിറ്റി പ്രൂഫ് ചെയ്യാനുള്ള അതായത് സിറ്റിസൺഷിപ്പ് പ്രൂഫിനുള്ള കാര്യങ്ങൾ വാട്സാപ്പിൽ കൂടി അയച്ചു കൊടുത്താൽ പോലും BLO അത് സ്വീകരിച്ചതിന്റെ പ്രോസസ്സ് നടത്തണം എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ അറിയാത്ത ആരും ബീഹാറിലില്ല. ഉണ്ടെങ്കിൽ കേരളത്തിലെ ബീഹാറികൾ എങ്ങനെയാണ്? ഇവിടെ പണിയുന്ന പൈസ 24 കോടി രൂപയാണ് പ്രതി മാസം. 24,000 കോടി രൂപയാണ് പ്രതി വർഷം ഇവിടുന്ന് ബീഹാറിലേക്ക് പോകുന്നത്. ഇതൊക്കെ ഈ പറഞ്ഞ ആൾക്കാരുടെയാണ്. അപ്പോൾ അതൊക്കെ ബാലിശമായിട്ടുള്ള ആരോപണമാണ്. അവർക്കൊന്നും ഫോൺ ഉപയോഗിക്കാൻ അറിയത്തില്ല, അവർക്കൊന്നും വാട്സാപ്പ് ഉപയോഗിക്കാൻ അറിയത്തില്ല, അവരൊക്കെ ദളിതരാണ്, പാവങ്ങളാണ്, ആദിവാസികളാണ്, അവരെ കൊണ്ടൊന്നും ഇതിന് കഴിയില്ല എന്ന് പറയുന്നത് അവരെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. ആ ആക്ഷേപമൊക്കെ പണ്ട് തോമസ് ഐസക്കിന്റെ കാലത്ത് തന്നെ അസ്തമിച്ചു പോയ കാര്യമാണ്. പിന്നെ ഈ മരിച്ചവരും അതുപോലെ തന്നെ സ്ഥലത്തില്ലാത്തവരും പകരം വോട്ട് ചെയ്യാൻ എങ്ങനെ ആൾ വരുന്നു? കണ്ണൂരൊക്കെ നടക്കുന്ന കാര്യം ബീഹാറിൽ അതിലും ഗംഭീരമായിട്ട് നടക്കുകയാണ്. അപ്പോൾ അത് നേരിടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എങ്കിൽ മാത്രമല്ലേ ഈ ശുദ്ധീകരണം സാധിക്കുകയുള്ളൂ. യഥാർത്ഥ വോട്ടർ, ജീവിച്ചിരിക്കുന്ന വോട്ടർ വോട്ട് ചെയ്തോട്ടെ. യഥാർത്ഥ വോട്ടർ മറ്റു സംസ്ഥാനങ്ങളിലാണെങ്കിൽ പോലും അവർ വന്ന് വോട്ട് ചെയ്തോട്ടെ. മറിച്ച് ലക്ഷക്കണക്കിന് ആൾക്കാർ മറ്റു സംസ്ഥാനങ്ങളിൽ പണിയെടുക്കുമ്പോൾ അവരുടെ വോട്ട് ചെയ്യാൻ വേണ്ടി അവിടെ വേറെ ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നതിനെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ ശുദ്ധീകരിക്കാൻ. നേരത്തെ അഡ്വക്കേറ്റ് ജയസൂര്യൻ, നേരത്തെ വർഗീസ് ജോർജ് സാർ ഇവിടെ ചൂണ്ടിക്കാട്ടിയത് അതാണ്. അതായത് ഇതിൻ്റെ ഒരു ഉത്തരവാദിത്തം മുഴുവൻ ഈ പാവപ്പെട്ടവരുടെ തലയിൽ കെട്ടിവെക്കുന്നത് എന്തിനാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരുന്നില്ലേ കാലാകാലങ്ങളിൽ കൃത്യമായി വോട്ടർ പട്ടിക പരിശോധിക്കേണ്ടിയിരുന്നതും അതുപോലെ പരിഷ്കരണം വേണമെങ്കിൽ പരിഷ്കരിക്കേണ്ടിയിരുന്നതും? അതിൽ വലിയ അലംഭാവം ഉണ്ടായില്ലേ എന്നുള്ളത്? അതില് അലംഭാവം എന്ന് നമുക്ക് പറയത്തില്ല. പൂർണ്ണമായും അലംഭാവം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മുടെ ഹ്യൂജ് ആയിട്ടുള്ള പോപ്പുലേഷൻ നമുക്കറിയാമല്ലോ, 146 കോടി ജനങ്ങൾ, അതിൽ എത്രമാത്രം പേർക്ക് വോട്ടുണ്ട്? മഹാഭൂരിപക്ഷം പേര് വോട്ടുള്ളവരാണ്. എല്ലാം തികഞ്ഞിട്ടുള്ള കേരളം, സാക്ഷരതയിൽ 100% കേരളത്തില് ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കാൻ പോവാണ്. ഇതിന് തൊട്ട് മുമ്പ് നടന്ന പാർലമെന്റ് ഇലക്ഷനിലും അസംബ്ലി ഇലക്ഷനിലും വോട്ട് ചെയ്തവരിൽ 10 ലക്ഷം പേർക്ക്, ഏറ്റവും കുറഞ്ഞത് 10 ലക്ഷം പേർക്ക് പഞ്ചായത്ത് ഇലക്ഷനിൽ വോട്ടില്ല. ഇപ്പൊ ഞങ്ങളൊക്കെ ചേർത്തോണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ കോൺഗ്രസ്സുകാരും RJD-ക്കാരും ഒക്കെ വീട് വീടാന്തരം കയറി ഇത് ചേർത്തോണ്ടിരിക്കുകയാണ്. വലിയ പ്രോസസ്സാണ്. പണ്ട് കാലത്തെ പോലെ ഈസി അല്ല. പക്ഷെ അത് ചെയ്തേ പറ്റൂ. 19 മുതൽ 26 വരെ കോളങ്ങൾ പൂരിപ്പിച്ച് കൊടുത്ത് ആളിനെ കൊണ്ടുപോയി ഹാജരാക്കിയാൽ മാത്രമേ പഞ്ചായത്ത് ഇലക്ഷനിൽ 10 ലക്ഷം പേർ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേരളത്തിലും വേണമെങ്കിൽ നമുക്ക് ഈ ആരോപണം ഉന്നയിക്കാവുന്നതാണ്. അപ്പൊ അത് ഒരു പ്രോസസ്സാണ്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ്. ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷനെ വെച്ചുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ശുദ്ധീകരിച്ച് വരുമ്പോൾ മറുവശത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മറുവശത്ത് ആരാണ് വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്? ആരാണ് വ്യാജ വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്? അതും രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ്. അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടികൾക്കാണ് ഇപ്പോൾ പൊള്ളിയിരിക്കുന്നത്. ഇതിനേക്കാൾ രൂക്ഷമാകും ഇത് പശ്ചിമ ബംഗാളിലേക്ക് ചെല്ലുമ്പോൾ. മമത മുൻകൂട്ടി എറിഞ്ഞിട്ടുണ്ട് ഈ പരിപാടി ഇവിടെ നടക്കില്ല എന്ന്. കാരണം രാഷ്ട്രീയ പാർട്ടികളുടെ താല്പര്യമാണ് വ്യാജ വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്, അല്ലാതെ ബാക്കി ആരുടെ താല്പര്യം അല്ല. അപ്പോൾ ഒരു വിധത്തിൽ ഇത്തരം വ്യാജ വോട്ടർമാരെ ലക്ഷക്കണക്കിന് സൃഷ്ടിക്കാൻ ഇവിടെ ചില രാഷ്ട്രീയ പാർട്ടികൾ ഒരുങ്ങുമ്പോൾ, ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ശുദ്ധീകരിക്കുമ്പോൾ വ്യാജ ID കാർഡ് ഉണ്ടാക്കി, വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കി, വ്യാജ വോട്ടേഴ്സ് ID കാർഡ് ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടികൾക്ക് പൊള്ളും. അതാണിപ്പോ സംഭവിക്കുന്നതും.
എന്നാൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി പാർലമെന്റില് ചർച്ച ചെയ്തോളാൻ പറഞ്ഞപ്പോ ചർച്ച ഞങ്ങൾക്ക് വേണ്ട, ബഹളം മതി എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയവരാണ്. എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാത്തത്? പാർലമെന്റ് ചർച്ച അനുവദിച്ചല്ലോ. ചർച്ച അനുവദിച്ചപ്പോ ചർച്ചയൊന്നും വേണ്ട, ഞങ്ങൾ ഇറങ്ങിപ്പോക്കോളാം, എന്നിട്ട് പുറത്തു വന്നിട്ടാണ് ബഹളം. പാർലമെന്റ് ചർച്ച കേട്ടെന്നേ. എന്താ പാർലമെന്റ് ചർച്ച ഇത്ര ഭയം? അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് പോലെ പോലും പാർലമെന്റിനകത്ത് ചർച്ച ചെയ്യാൻ തയ്യാറാകാതെ തെരുവിലിറങ്ങിയിട്ട് ബഹളം വെക്കുക എന്നുള്ള ശൈലിയിൽ നിന്ന് ഒന്നും നേടാൻ പോകുന്നില്ല. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതിയും കൂടി നിശ്ചയിക്കും. ഈ കാര്യത്തിൽ BJPക്ക് യാതൊരു രാഷ്ട്രീയ താല്പര്യവും ഇല്ല. കോടതി നിശ്ചയിക്കോട്ടെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കിക്കോട്ടെ. അതാണ് BJPയുടെ സ്റ്റാൻഡ്. അഡ്വക്കേറ്റ് സേനാപതി വേണു, നേരത്തെ അഡ്വക്കേറ്റ് ജയസൂര്യൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചു. അതായത് ബീഹാറിൽ ഇപ്പോൾ 40 ലക്ഷത്തോളം അനധികൃത കുടിയേറ്റക്കാരാണുള്ളത്. പശ്ചിമ ബംഗാളിൽ ചുരുങ്ങിയത് ഒരു 2.5 കോടിയെങ്കിലും കാണും. ഇപ്പം മൊത്തത്തിലൊരു രാജ്യത്ത് മൊത്തം ഒരു 7-8 കോടിയെങ്കിലും അനധികൃത കുടിയേറ്റക്കാരുണ്ടാകും. ഈ അനധികൃത കുടിയേറ്റക്കാരാണ് ചില രാഷ്ട്രീയ പാർട്ടികളുടെ വോട്ട് ബാങ്ക്. അപ്പോൾ ഇത്തരക്കാരെ കണ്ടെത്താതിരിക്കാനായിരുന്നു CAA വിരുദ്ധ സമരം. ആ CAA വിരുദ്ധ സമരത്തിന് ആരാണ് നേതൃത്വം നൽകിയത് എന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോൾ അവരെയൊക്കെ ഈ വളരെ ക്ലവറായിട്ട് ഇന്ത്യൻ പൗരന്മാരാക്കുക ആയിരുന്നു താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി നേതൃത്വം നൽകുന്ന ഇന്ത്യ അലിയൻസിൻ്റെ ശ്രമം. അപ്പോൾ ഈ പരിഷ്കരണത്തെ, വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എതിർക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം കൂടി അതല്ലേ? ആ വോട്ട് ബേസ്, വോട്ട് ബാങ്ക് നഷ്ടപ്പെടും എന്നുള്ളൊരു ആശങ്കയുടെ അടിസ്ഥാനത്തിൽ കൂടിയല്ലേ ഈ പ്രതിഷേധം? അല്ല, ഒന്ന് നമ്പ്യാർ, ഇവിടെ 20 ലക്ഷം മരിച്ച ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റുന്നതിന് ഏതെങ്കിലും രേഖ പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്? അവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ നിന്ന് റിപ്പോർട്ട് അല്ലെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ മേടിച്ചാൽ അവന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഓട്ടോമാറ്റിക്കായി എക്സ്ക്ലൂഡ് ചെയ്യപ്പെടും. ആ ഒരു പരിഷ്കരണത്തിന് എന്തെങ്കിലും ഒരു ഡ്രൈവിന്റെയോ അല്ലെങ്കിൽ ഒരു ഇന്റൻസീവ് റിവിഷന്റെ ഒരു ആവശ്യമില്ലോ 20 ലക്ഷത്തെ സംബന്ധിച്ചിടത്തോളം. പിന്നെ പ്രബുദ്ധമായ കേരളത്തിൽ പോലും ഈ പറഞ്ഞ പോലെ പരേതര് തെരഞ്ഞെടുപ്പ് ദിവസം പോളിംഗ് ബൂത്തിൽ വരുന്നുണ്ടല്ലോ. ഞാൻ അങ്ങോട്ടാ വരുന്നേ. ഞാൻ ഈ ബീഹാറിലെയും വടക്കേ ഇന്ത്യയിലെയും ഒക്കെ പല തെരഞ്ഞെടുപ്പുകൾ ഞാൻ മുൻ സൈനികനായിട്ട് നേരിട്ട് കാണും. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കല്ല, നമ്മൾ യാത്രയിലും ഒക്കെ നേരിട്ട് കാണും. ജയസൂര്യ പറഞ്ഞ പോലെ അവിടെയൊന്നും ഒരാളും വ്യാജ വോട്ടുമായിട്ട് വരികയല്ലേ. അവിടെ ഇപ്പൊ ലാൽ സിംഗിന്റെ വോട്ടുമായിട്ട് ബാൽ സിംഗ് വരേണ്ട കാര്യമില്ല. അവിടുത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പോൾ റിഗിങ്ങാ. അവിടെ നേരത്തെ ബാലറ്റ് പെട്ടി, ഞാനൊക്കെ സർവീസിലുള്ള കാലത്ത് എന്ന് പറഞ്ഞാൽ ബാലറ്റ്, പേപ്പർ ബാലറ്റാ. അവിടെ പോൾ റിഗിങ് ഈ ഗുണ്ടകളോ സെമിനാർമാരോ വന്ന ആളുകളെ അടിച്ചു ഓടിച്ചിട്ട് ഇത് വളഞ്ഞ് കുത്തി ഇടുക എന്നുള്ളൂ. അല്ലാതെ വേറൊരാളുടെ ഐഡന്റിറ്റി കാർഡ് വന്ന് ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതൊന്നും ബീഹാറിലില്ല. ബീഹാറിലൊക്കെ തെരഞ്ഞെടുപ്പ് അട്ടിമറി എന്ന് പറയുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൗതുകം തോന്നുന്ന അട്ടിമറികളാണ്. ഈ വോട്ടർ പട്ടിക വ്യാജനൊക്കെ ചേർക്കുന്നത് കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റുകാരാണ്. ഞാൻ അതിലോട്ട് വന്നത് വർഗീസ് ജോർജ് സാർ ഞങ്ങൾ ഒരു മുന്നണിയിലായതുകൊണ്ട് അത് പറയുന്നത് ശരിയാണോ എന്നറിയില്ല. 10 ലക്ഷം വോട്ടർമാരെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായപ്പോഴേക്ക് ഇവർ ശാസ്ത്രീയമായിട്ട് വെട്ടിമാറ്റിയിരിക്കുന്നു. അതൊക്കെ ഇവരുടെ ശാസ്ത്രീയമായി വെട്ടിമാറ്റില്ല. പക്ഷെ ബീഹാറിലൊന്നും ഇദ്ദേഹം പറഞ്ഞ പോലെ ഡ്യൂപ്ലിക്കേഷൻ നടത്തിയോ അല്ലെങ്കിൽ വ്യാജ പേരിൽ വന്നോ അവിടെ ഒന്നും ഒരാൾ 45-50% പലപ്പോഴും അവിടുത്തെ പോളിംഗ് ശതമാനം നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയ ഇന്റൻസീവായി മാസീവായിട്ടുള്ള ഒരു ഇലക്ഷൻ ഒക്കെ വരുമ്പോഴാണ് 50, 55, 60%. അല്ലാത്തപ്പോഴൊക്കെ 45-50% ആളുകളേ ഉള്ളൂ. ബാക്കി 50% വരാറില്ല. വേണമെങ്കിൽ അവരുടെ വന്ന് കുത്തിയിടാൻ മേലാത്തതാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ഈ പറയുന്ന ഇതൊന്നും എന്താ പറഞ്ഞേ, അതൊരു ഒരു ഏതെങ്കിലും ഒരു സയന്റിഫിക് എവിഡൻസിന്റെ പേരിൽ പറയുന്നതല്ല. പിന്നെ ഈ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഒന്ന് ബീഹാർ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബീഹാർ ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്നില്ല. ബീഹാർ അതിർത്തി പങ്കിടുന്നത് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, നേപ്പാള്, കാഠ്മണ്ഡു അങ്ങനെ വന്നു കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാളാണ്. നേരിട്ട് അങ്ങനെ ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്നതല്ല. കഴിഞ്ഞ 10 കൊല്ലക്കാലമായിട്ട് ഈ രാജ്യം ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് അതിർത്തി സീൽ ചെയ്യാതെ ബംഗാളിൽ നിന്ന് ആളുകൾ മുഴുവൻ കയറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കയറിയിട്ടുണ്ടാകാം, ഇല്ല എന്നൊന്നും പറയുന്നില്ല. അവരെയൊക്കെ കണ്ടെത്തണം, അവരെയൊക്കെ പുറത്താക്കണം. ഇവിടെ മോഹൻ വർഗീസ് സാർ പറഞ്ഞ പോലെ യഥാർത്ഥ പൗരൻ വോട്ടവകാശം രേഖപ്പെടുത്തണം. പക്ഷേ ഇവിടെ ഞങ്ങളുടെ ഒരു സംശയം ഇതാണെന്നേ. ഇപ്പോ 2024 ഏപ്രിൽ മാസമാണല്ലോ നമ്മുടെ നാട്ടിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഒരു കൊല്ലവും കഴിഞ്ഞിട്ട് വളരെ ചുരുങ്ങിയ നാളുകളിലേ ആകും. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത വോട്ടർക്ക് വൈ ഹിസ് റൈറ്റ് ടു വോട്ട് ഈസ് ഡിനൈഡ് ഇൻ ദ കമ്മിങ് ഇലക്ഷൻ? ആ ഒരു ചോദ്യമാണത്. അങ്ങനെയാണ് എങ്കിൽ കഴിഞ്ഞ ഇലക്ഷനിൽ ഈ വ്യാജ വോട്ടർമാരുടെ വോട്ട് കൊണ്ട് ജയിച്ചിട്ടുള്ള MP-മാരുണ്ടാവുമല്ലോ. ഇത് പരിശോധിച്ചതിന് ശേഷം അവന് കിട്ടിയിരിക്കുന്ന ഭൂരിപക്ഷം എത്ര? അപ്പോ തെരഞ്ഞെടുപ്പ് തന്നെ ചിലപ്പോൾ ചിലത് ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇവിടെ
വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക എന്നുള്ള പ്രക്രിയ നടക്കട്ടെ, ഞങ്ങൾക്ക് അതിലൊരു തർക്കവുമില്ല. അത് ഇന്ത്യ മുഴുവൻ നടക്കട്ടെ. പക്ഷേ അതിനകത്ത് എന്റെ ചോദ്യം, ഞാൻ ജയസൂര്യയോട് ചോദിക്കുന്നു, 30 ദിവസത്തിനകം അങ്ങയുടെ പിതാവിന്റെ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം, എന്റെ പിതാവിന്റെ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം, അതല്ല എങ്കിൽ അനിൽ നമ്പ്യാറിന്റെ പിതാവിന്റെ ജനന സർട്ടിഫിക്കറ്റും കൂടെ ഹാജരാക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കിവിടെ അത് സാധ്യമാകും. ഇത് പല ജനനം പോലും രജിസ്റ്റർ ചെയ്യാത്തതാണെന്ന് ഇപ്പോഴും ബീഹാർ, ഞാൻ വായിച്ച ഒരു പ്രദേശത്ത് 14% ഇപ്പോഴും സാക്ഷരത നിൽക്കുന്നു. നമുക്ക് പറയാൻ പറ്റത്തില്ല. ഏതോ ഒരു ഗ്രാമത്തിന്റെ ഒരു കാര്യം വായിച്ചു കഴിഞ്ഞപ്പം സ്വന്തം പേരെഴുതി ഒപ്പിടാൻ അറിയാവുന്ന ആളുകളോട് 14% ഉള്ളൂ. അവൻ വാട്സാപ്പിൽ നോക്കി അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നോക്കി ഇതൊക്കെ പൂരിപ്പിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വാദഗതിക്ക് വേണമെങ്കിൽ പറയാം. ഞാൻ പറയുന്നു, ഗവൺമെന്റ് ചെയ്യേണ്ടതായിരുന്നുവെങ്കിൽ പാർലമെന്റിൽ ഒരു നിയമം പാസാക്കി ഇത് ഇന്ത്യയിൽ മുഴുവൻ നടപ്പിലാക്കട്ടെ, എല്ലാ സംസ്ഥാനങ്ങളും. അത് 2026 മാർച്ച് വരെയോ അല്ലെങ്കിൽ 2027 ഇന്ന മാസം കൊണ്ട് അത് പൂർത്തീകരിക്കും. അതിനുശേഷം ഇതായിരിക്കും പ്രക്രിയ എന്നുള്ളതാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇലക്ഷൻ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണെന്ന് വിചാരിച്ച് അങ്ങനെ രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷന്റേതായ തോന്നിവാസമൊന്നും പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഇവിടെ ജനപ്രാതിനിധ്യ നിയമത്തിലെ മോഹൻ വർഗീസ് സാർ സൂചിപ്പിച്ച 22, 23 എങ്ങനെയാണ് വോട്ടറെ എൻറോൾ ചെയ്യേണ്ടത്, അതൊക്കെ വളരെ കൃത്യമായിട്ട് വിവക്ഷിച്ചിട്ടുള്ളതാണ്. അല്ലാതെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു സുപ്രീം അതോറിറ്റി, അവര് ആളുകളുടെ പൗരത്വം നിർണ്ണയിക്കാനുള്ള ഒരു അതോറിറ്റി അല്ല എന്നുള്ളതാണ്. ഇവിടെ ആളുകളുടെ പൗരത്വം പോലും നിർണ്ണയിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി വ്യാജ ഐഡന്റി കാർഡ് ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, കള്ളനോട്ട് നാട്ടിൽ അടിക്കുന്നു എന്ന് വിചാരിച്ച് നോട്ട് നമ്മൾ സമ്പൂർണ്ണമായിട്ട് നിരോധിക്കുകയാണോ ചെയ്യുന്നത്? കള്ളനോട്ട് കണ്ടെത്തണം, വ്യാജ ഐഡന്റി കാർഡ് ഉണ്ടെങ്കിൽ കണ്ടെത്തണം, വ്യാജ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ കണ്ടെത്തണം, ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ കണ്ടെത്തണം. ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ നടക്കേണ്ട ഒരു കാര്യമാണെന്നേ. അത് നടത്തുമ്പോൾ ഇവിടെ ആദ്യം ചോദിച്ച ആ ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ഇന്ത്യൻ പൗരന്മാർ എന്തുകൊണ്ട് അവരിൽ 52 ലക്ഷം ആളുകൾ, ഇവിടെ പറഞ്ഞ പോലെ മരിച്ചുപോയവർ പോട്ടെ, എന്നാലും ശേഷിക്കുന്ന 32 ലക്ഷം ആളുകളുണ്ടല്ലോ, 32 ലക്ഷം ആളുകൾക്ക് എന്തുകൊണ്ട് വോട്ടവകാശം ഇല്ലാതാകുന്നു? അങ്ങനെ വോട്ടവകാശം ഇല്ലാതാകുന്ന ആളുകൾ ഈ രാജ്യത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ ഇനി അവരെ എന്ത് ചെയ്യണം? അത് നമ്മൾ ചിന്തിക്കണ്ടേ. 32 ലക്ഷം ആളുകൾ ഇവിടെ താമസിക്കുന്നവർ അനധികൃതമാണ്, അവരെവിടുന്ന് വന്നവരാണ്, ഇത് കണ്ടെത്തണ്ടേ? അല്ല വെറുതെ വോട്ടർ പട്ടിക മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്താൽ പോരല്ലോ. 32 ലക്ഷമാണ്. അപ്പൊ അങ്ങ് പറഞ്ഞ 2.5 കോടിയോ അല്ലെ 40 ലക്ഷമോ ആയിക്കോട്ടെ, ഈ ആളുകളെ നമ്മൾ കണ്ടെത്തണ്ടേ? ഈ ആളുകളെ കണ്ടെത്തിയിട്ട് അവരെ ഡിപ്പോർട്ട് ചെയ്യണ്ടേ ഇവിടുന്ന്? അതിനുള്ള അതാണോ ഇപ്പൊ നടക്കേണ്ടത്? അതാണ് എങ്കിൽ ശരിയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട്, ഈ കണ്ടെത്തലുകളുടെ ഭാഗമായിട്ട് ലേറ്റസ്റ്റ് നടക്കുകയായിരിക്കും. ഞാൻ ഒരു 2 മിനിറ്റ് കൊടുത്താ. ഒന്ന്, ഇലക്ഷൻ കമ്മീഷന്റെ പല പ്രവർത്തനത്തിലും ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. ഞങ്ങളത് പ്രകടിപ്പിച്ചതാണല്ലോ. കാരണം എന്താ, സുപ്രീം കോടതി ചോദിച്ചൊരു കാര്യമുണ്ട്. തലേദിവസം രാത്രിയിൽ രാജിവെച്ച ഒരു IAS ഉദ്യോഗസ്ഥൻ നേരം വെളുക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷണറായി. അപ്പോ ഇന്ത്യയില് വോട്ട് ഫോർ ഡെമോക്രസി എന്ന് പറയുന്ന ഒരു സംഘടന കൊടുത്ത ഹർജി പ്രകാരം ഈ കേസ് വാദത്തിന് വന്നപ്പോൾ സുപ്രീം കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട്. രാത്രി 8 മണിക്ക് രാജിവെച്ച IAS ഉദ്യോഗസ്ഥൻ നേരം എടുത്തു കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആകേണ്ട എന്ത് ആവശ്യമാണ് ഈ രാജ്യത്തുണ്ടായതെന്ന്. പിന്നെ ഒരു കാര്യം കൂടി, സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്ന കാര്യത്തിൽ ഒരു മാനദണ്ഡം പറഞ്ഞല്ലോ. പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ പാർട്ടി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. നിങ്ങൾ പുതിയ നിയമം കൊണ്ടുവന്നു, കുഴപ്പമില്ല. ആ നിയമം കൊണ്ടുവന്നപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിശ്ചയിക്കുന്ന ആള് ഇലക്ഷൻ കമ്മീഷനായി. അപ്പൊ നിങ്ങൾ 2 പേര് നിയമിക്കുന്നു, പിന്നെ പ്രതിപക്ഷ നേതാവിന് അവിടെ എങ്ങനെയാ റോളുള്ളത്? ആ നിയമിക്കപ്പെടുന്ന ഇലക്ഷൻ കമ്മീഷനുകളുടെ പല പ്രവർത്തനവും നിഷ്പക്ഷമല്ല എന്ന് ഞങ്ങൾക്ക് ആക്ഷേപമുണ്ടെന്നേ. ഞങ്ങൾ സേനാപതി വേണു, നേരത്തെ EVM ചൊല്ലിയായിരുന്നു നിങ്ങളുടെ പരാതി. ഇപ്പം ഇലക്ഷൻ കമ്മീഷൻ തന്നെ ശരിയല്ല എന്നാണോ? അല്ല, ഇലക്ഷൻ കമ്മീഷന്റെ പല പ്രവർത്തനത്തെ കുറിച്ചും ഞങ്ങളുടെ ആശങ്കയാണല്ലോ. ഞങ്ങളത് മുമ്പും രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്, ഇപ്പോഴും ഞങ്ങളത് രേഖപ്പെടുത്തുന്നു. ഞങ്ങൾ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ചില ക്രമക്കേടുകളെ ചൂണ്ടിക്കാണിച്ച കാരണം മാസീവായി ഒരാഴ്ച കൊണ്ട് 50 ലക്ഷം പുതിയ വോട്ടർമാർ ചില ഫ്ളാറ്റുകളിൽ 10,000, 5,000, 3,000 ഒക്കെ ആളുകളെ എൻറോൾ ചെയ്തുകൊണ്ട് ഇവരെല്ലാം വോട്ടർ പട്ടികയിലേക്ക് പേര് വരുന്നു. ചില ബൂത്തുകളിലെങ്കിലും ആ ബൂത്തിലുള്ള വോട്ടർ ഇലക്ട്രൽ പട്ടികയിലുള്ള വോട്ടർമാരെ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തതായിട്ട് വന്നിരിക്കുന്നു, റെക്കോർഡുകൾ വന്നിരിക്കുന്നു. ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് അത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ തോറ്റതുകൊണ്ട് തോൽവിയുടെ ആഘാതത്തിൽ കോൺഗ്രസ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന വിഭ്രാന്തിയിൽ നിന്ന് പറയുന്നതാണ് എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ ഉത്തരം. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ന്യായമായ മറുപടി നൽകുക. ഞങ്ങൾ പാർലമെന്റിൽ ചർച്ചയിലൂടെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം ഇതാ: കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആളുകൾ എന്തുകൊണ്ട് അവർ ഒഴിവാക്കപ്പെടുന്നു? ഈ പാവപ്പെട്ട ആളുകൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 30 ദിവസം കൊണ്ട് ഈ രേഖകൾ സമർപ്പിക്കാൻ പറ്റാത്ത ആളുകൾക്ക് അവരുടെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ലല്ലോ.
വോട്ടർ പട്ടികയിൽ വരാതെ അവർ ഇലക്ഷൻ എന്ന പ്രക്രിയയിൽ ഭാഗമാക്കാകാതെ വരുമ്പോൾ ജനാധിപത്യം അത് അപകടത്തിലാവുകയല്ലേ? എല്ലാ പൗരന്മാർക്കും വോട്ട് ചെയ്യാനും അവനിഷ്ടമുള്ള ഗവൺമെന്റിനെ തിരഞ്ഞെടുക്കാനുമുള്ള ഒരു അവകാശം, അതാണല്ലോ ജനാധിപത്യ അവകാശം. ആദ്യത്തെ വോട്ടർ ശ്യാംഞർ നേഗി, അദ്ദേഹം ഹിമാചൽ പ്രദേശിലെ കുളു മനാലിയിലാണ് 1951 ഒക്ടോബറിൽ അദ്ദേഹം വോട്ട് ചെയ്യുന്ന ആദ്യത്തെ വോട്ടർ ഇന്ത്യയിലെ. കാരണം കുളു മനാലിയിൽ മഞ്ഞ് വീഴുന്നത് കൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ നേരത്തെ പെട്ടിയുമായിട്ട് അവിടെ പോയി വോട്ട് ചെയ്തതാണ്. ആ ആളെ മാറ്റി നിർത്തിയിട്ട് വേണമെങ്കിൽ ആരെയെങ്കിലും കുത്തിയിടാമായിരുന്നല്ലോ. കാരണം അന്ന് മുതൽ ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയ സുതാര്യമായിട്ട് നടക്കുന്നതാണ്. അത് സുതാര്യമായിട്ട് നടക്കണം. അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. ആ സൗന്ദര്യം നിലനിൽക്കണം നമ്പ്യാരെ. അതിന് അല്ലാതെ ഞങ്ങൾ 10 കൊല്ലമായിട്ട് അധികാരത്തിലിരിക്കുന്നു, ഇനി ഞങ്ങൾ തീരുമാനിക്കുന്ന പോലെ നടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെ എതിർക്കും. അത്രയുള്ള കാര്യമുള്ളൂ. യെസ്, വർഗീസ് സാർ, അങ്ങനെ ഒരു അവിശ്വാസം രേഖപ്പെടുത്തൽ കൂടിയാണോ ഈ പ്രതിഷേധത്തിലൂടെ ഇലക്ഷൻ കമ്മീഷനിലുള്ള അവിശ്വാസം രേഖപ്പെടുത്തൽ? നമ്പീർ സാർ, അതിനു മുമ്പ് ജയസൂര്യ പറഞ്ഞ 1-2 കാര്യം പറഞ്ഞോട്ടെ. അതായത് ജയസൂര്യ പറഞ്ഞത് ഇപ്പം പാർലമെന്റിന്റെ ഒരു പരിചയം നോക്കിയാൽ ദളിത് പിന്നോക്ക വിഭാഗങ്ങളെല്ലാം കൂടുതലും BJPയുടെ പ്രതിനിധികളാണെന്നുള്ളത് സത്യമാണ്. പക്ഷെ അവിടെ ജയസൂര്യ പറഞ്ഞപ്പം മൈനോറിറ്റീസിനെ കുറിച്ച് പറഞ്ഞില്ല, മുസ്ലിംസിനെ കുറിച്ച് പറഞ്ഞില്ല, ദളിത് പിന്നോക്ക ആദിവാസി സ്ത്രീകളുടെ കാര്യമെല്ലാം പറഞ്ഞപ്പോഴും ഒരു കാര്യം വിട്ടുപോയി. മുസ്ലിംസ്. BJPക്ക് 240 MP മാരുണ്ട് ലോക്സഭയിൽ, ഒരു മുസ്ലിം ഉണ്ടോ? 95 പേരുണ്ട് രാജ്യസഭയിൽ, ഒരു മുസ്ലിം ഉണ്ടോ? 100 കണക്കിന് MLA മാരുണ്ട് വിവിധ സ്റ്റേറ്റുകളിൽ, ആകെയുള്ളൊരു MLA. അതുകൊണ്ട് മുസ്ലിംസിന്റെ ഒരു വലിയ ആശങ്കയുണ്ട് സാർ. ഈ ബീഹാറിലെ ഞങ്ങളുടെ RJD കോൺഗ്രസ് കമ്പൈൻ്റെ ഒരു സോഷ്യൽ ബേസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മുസ്ലിം യാദവ് ഒരു ബേസാണ്. അതുകൊണ്ടാണ് നമ്പ്യാർ സാർ ഉപയോഗിച്ച് ഒരു പ്രത്യേക പാർട്ടിയിൽപ്പെട്ടവരെയാണോ മാറ്റം ചോദിച്ചപ്പോൾ അവിടെ വരുന്നൊരു ആശങ്ക, ഇങ്ങനെയുള്ള 50 ലക്ഷം അല്ലെ 60 ലക്ഷം പേരെ മാറ്റുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്നത് ഈ ഒരു വിഭാഗത്തിൽപ്പെട്ടവരെയാണെന്നുള്ളൊരു സംശയമാണ് ഞങ്ങൾക്കുള്ളത്. പ്രത്യേകിച്ച് മുസ്ലിംസാണ് ധാരാളം പേര് ഇപ്പം പുറത്ത് മൈഗ്രൻ്റ് വർക്കേഴ്സായിട്ട് പോയിരിക്കുന്നത്. ജയസൂര്യ ഉന്നയിക്കുന്ന ഒരു ആർഗ്യുമെന്റ് വലിയ അപകടമാണ്. അതായത് നമ്മളിപ്പം കേരളത്തിൽ ഒരു മൈഗ്രൻ്റ് വർക്കർ, ബീഹാറിലെ മൈഗ്രൻ്റ് വർക്കർ ജോലി ചെയ്യുന്നു, വോട്ട് ചെയ്യാൻ പോകുന്നില്ല, അദ്ദേഹത്തിന് പകരം അവിടെ ഒരു വോട്ട് ചെയ്യും. അതാരാണ് നോക്കേണ്ടത്? ഇലക്ഷൻ കമ്മീഷൻ നോക്കണം, പോലീസുള്ള പോളിംഗ് ബൂത്തിലുള്ള പോലീസ് നോക്കണം, ഇലക്ഷൻ ഉദ്യോഗസ്ഥന്മാർ നോക്കണം. അതിൻ്റെ പേരിൽ ഈ ആൾക്ക് അയാളുടെ ഫണ്ടമെന്റൽ റൈറ്റ് വോട്ടവകാശം നിഷേധിക്കുന്നത് ശരിയാണ്. അത് വളരെ തെറ്റായ ഒരു ആർഗ്യുമെന്റ് ആണെന്നാണ് എൻ്റെ ഒരു പക്ഷം. പിന്നെ മോഹൻ പറഞ്ഞത് ഈ 50 ലക്ഷം എന്ന് പറയുന്നതും ഒരു വലിയ നമ്പറല്ല. ബീഹാറിലെ ജനസംഖ്യയുടെ ഒരു 7% വരും ഇത്, ഈ 50 ലക്ഷം എന്ന് പറയുമ്പോൾ. ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും നമ്പ്യാർ സാർ ചിലപ്പം 1000, 2000, 3000 വോട്ടിന്റെ വ്യത്യാസത്തിലായിരിക്കും ജയിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തന്നെ 500, 1000 വോട്ടുകൾ മാറ്റിയാൽ തന്നെ ആ ഇലക്ടറൽ അതിന്റെ ഔട്ട്പുട്ടിൽ വലിയ വ്യത്യാസം വരും. RJD ഇന്ത്യ മുന്നണി സഖ്യം ഒരു വശത്ത് ശക്തമായിട്ട് നിൽക്കുന്നു. അതിനേക്കാൾ ഫോർമിഡബിൾ ആയ ഒരു ഫോഴ്സാണ് BJP, അതുപോലെ JDU എന്ന് പറയുന്നത്. ചെറിയൊരു സഖ്യകക്ഷിയൊന്നുമല്ല, അത് വളരെ ഫോർമിഡബിൾ ഫോഴ്സാണ്. അപ്പോൾ വളരെ ടൈറ്റായിട്ട് മത്സരത്തിൽ 2000, 3000 വോട്ടിന്റെ ഒരു വ്യത്യാസം വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റിയാൽ അത് ബാധിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മോഹൻ ഉന്നയിച്ച ഒരു സംശയം, RJD ഇങ്ങനെ ഇലക്ഷൻ ബഹിഷ്കരിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ല. ഞങ്ങൾ ഇന്ത്യ മുന്നണിയുമായിട്ട് എങ്ങനെയാണെങ്കിലും ഇങ്ങനെ ഇലക്ഷൻ പങ്കെടുത്തിരിക്കണം, എന്തിനെങ്ങനെ പങ്കെടുക്കണം എന്നുള്ള ഒരു ആശങ്ക എല്ലാവർക്കും ഉണ്ട്. നമ്പ്യാർ സാർ ഒടുവിൽ ചോദിച്ചത് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചാണ്. ഇലക്ഷൻ കമ്മീഷന്റെ നമ്മുടെ ഒരു പ്രത്യേകത, ഇലക്ഷൻ കമ്മീഷന് ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, സൗത്ത് ആഫ്രിക്കയിൽ ഇതുപോലെയുള്ള നിരവധി രാജ്യങ്ങൾ പുതുതായിട്ട് പോസ്റ്റ് കൊളോണിയൽ സൊസൈറ്റീസിൽ ഡെമോക്രസിയിലോട്ട് വന്നപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനാണ് പോയി അവിടെയൊക്കെ ആദ്യത്തെ ഇലക്ഷൻ നടത്തി കാണിച്ചു കൊടുത്തത്. അവിടുത്തെ ഓഫീസേഴ്സിനെയൊക്കെ പരിശീലിപ്പിച്ച് അങ്ങനെയാണ്. ഇപ്പം ലോകത്തിലെ പല രാജ്യങ്ങളിലും നമ്മളാണ് പോയി ഇലക്ഷൻ്റെ രീതികൾ പഠിപ്പിച്ചത്. അങ്ങനെ ഒരു വലിയ വിശ്വാസ്യത ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യത എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ സേനാപതി പറഞ്ഞ പോലെ ഇലക്ഷൻ കമ്മീഷണറെ ചൂസ് ചെയ്യുന്ന, അതെല്ലാം ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയതും ഇതുപോലെയുള്ള ചില തീരുമാനങ്ങൾ വളരെ ധൃതി വെച്ച് ബീഹാർ പോലെ അതിസങ്കീർണമായ ഒരു സ്ഥലത്ത് 1 മാസത്തിനുള്ളിൽ വോട്ടർ പട്ടിക പുനഃപരിശോധിക്കാനുള്ള തീരുമാനമൊക്കെ ഇലക്ഷൻ കമ്മീഷനിൽ ഉള്ള സംശയം ഉളവാക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഡോക്ടർ മോഹൻ വർഗീസിലേക്ക് പോകുന്നതിന് മുമ്പ് അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഈ തിടുക്കത്തിൽ എന്തിനിങ്ങനെ ഒരു പരിഷ്കരണം എന്നുള്ളതാണ് ഈ ചർച്ചയുടെ എല്ലാ ഘട്ടത്തിലും ശ്രീ വർഗീസ് ജോർജും അതുപോലെ അഡ്വക്കേറ്റ് സേനാപതി വേണും ഉയർത്തിക്കാട്ടിയത് അതാണ്. തിടുക്കത്തിൽ എന്തെങ്കിലുമൊക്കെ സൂചന നേരത്തെ നൽകാമായിരുന്നില്ലേ? യാതൊരു തിടുക്കവും ഇവിടെ ഉണ്ടായിട്ടില്ല.
ഒരു പ്രോസസ്സ്, പ്രത്യേകിച്ച് ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രോസസ്സുകൾ നടക്കുക എന്ന് പറയുമ്പോൾ ഈ രാജ്യത്ത് പലതരത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾ പല പ്രദേശങ്ങളിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കോടി ജനങ്ങളുള്ള, ഇത്രയും വലിയ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് 6 മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ സെപ്റ്റംബർ 1-ാം തീയതി വരെ ഇതിന്റെ പ്രോസസ്സ് നീണ്ടു നിൽക്കുകയാണ്. അപ്പോൾ അത് തിടുക്കത്തിൽ എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല, യാതൊരു തിടുക്കവും ഇവിടെ ഉണ്ടായിട്ടില്ല. അതിൻ്റെതായിട്ടുള്ള സമയമെടുത്ത് തന്നെയാണ് ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നതും അത് പൂർത്തിയാകാൻ പോകുന്നതും. ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, അതായത് വർഗീസ് ജോർജ് പറഞ്ഞൊരു കാര്യം, അത് അതിന് മറുപടി പറയാതിരിക്കാൻ പറ്റില്ല. മുസ്ലിമിനെ കുറിച്ച് എന്താ പറയാത്തതെന്ന് പണ്ട് ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യം എന്താണെന്നറിയാമോ? ക്രിസ്ത്യാനിയെ കുറിച്ച് എന്താ പറയാത്തത്? അല്ല, ഞാനിപ്പോ ഈ മുസ്ലിമിന്റെ ആ ചോദ്യത്തിന് മറുപടി പറയാൻ പോവുക, അതുകൊണ്ട് എനിക്കത് പറയാൻ അവസരം തരണം. അതായത് പണ്ടൊക്കെ ചോദിച്ചു, ക്രിസ്ത്യാനിയെ കുറിച്ച് നിങ്ങൾ എന്താ പറയാത്തത്? ഇപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ MLA-മാരുള്ള പാർട്ടി BJP ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ മന്ത്രിമാരുള്ള പാർട്ടി BJP ആണ്. അത് കേരള കോൺഗ്രസും അല്ല, കോൺഗ്രസും അല്ല. എന്തുകൊണ്ടാ? ക്രിസ്ത്യാനികള് BJP-യിലേക്ക് വന്നപ്പോൾ അവർക്ക് കൂടുതൽ MLA-മാരുണ്ടായി, അവർക്ക് കൂടുതൽ MP-മാരുണ്ടായി, അവർക്ക് കൂടുതൽ മന്ത്രിമാരുണ്ടായി, കേന്ദ്രമന്ത്രിമാരും ഉണ്ടായി. എന്ന് പറഞ്ഞ പോലെ ഒരു മുസ്ലിം BJP-യിലോട്ട് വന്നിട്ട് വേണ്ടേ ഇത് ആക്കാൻ, ഏത് MP-യോ MLA-യോ മന്ത്രിയാക്കാൻ? വരാൻ ഇവർ സമ്മതിക്കുമോ? മുസ്ലിമിനെ പേടിപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ. പക്ഷെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കൂടെ ഞാൻ പറയാം. 16 MLA-മാര് അതായത് മുസ്ലിം ഭൂരിപക്ഷം 45 മുതൽ 75 വരെ മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ നിന്ന് 16 ഹിന്ദു MLA-മാര് താമര ചിഹ്നത്തിൽ ജയിച്ചു. ഞാൻ ആ സ്ഥലത്ത് പോയപ്പോ ഈ 100% മുസ്ലിം ഉള്ള ഒരു കോളനി പോയിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ താമര ചിഹ്നത്തിൽ ഹിന്ദുവിന് വോട്ട് ചെയ്തതെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞത്, 10-60 കൊല്ലമായിട്ട് കോൺഗ്രസും ജനതാദളും ഒക്കെ ഞങ്ങളെ ഭരിക്കും, പക്ഷേ ഞങ്ങളുടെ കോളനി 100 വീടുള്ള കോളനിയിൽ ആകെ ഉള്ളത് ഒരു ബൾബ്, ഒരു ടാപ്പ്, ഈ കോളനിക്ക് മൊത്തം ഒരു കക്കൂസ്, ഒരു കിണറ്. ഇതായിരുന്നു ഞങ്ങളുടെ അവസ്ഥ അവര് ഭരിച്ചപ്പോ. BJP വന്നു കഴിഞ്ഞപ്പോ ഞങ്ങളുടെ എല്ലാ വീട്ടിലും കിണറ്, എല്ലാ വീട്ടിലും കക്കൂസ്, എല്ലാ വീട്ടിലും വൈദ്യുതി, എല്ലാ വീട്ടിലും മുറ്റത്ത് കാറ് വരുന്ന പോലെ റോഡ്, എല്ലാ വീടും കോൺക്രീറ്റ് ചെയ്ത് തന്നു. പിന്നെ ഞങ്ങള് ജാതിയോ മതമോ നോക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് ഞങ്ങൾ BJP-ക്ക് വോട്ട് ചെയ്യുന്നു. എന്നോട് പറഞ്ഞതാ, ഞാൻ നേരിട്ട് കണ്ടതാ. ഈ വ്യത്യാസം ഇന്ന് മുസ്ലിം സമൂഹവും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ കാര്യമായ മാറ്റം വരുന്നുണ്ട്. ആ മാറ്റവും കൂടെ വന്നു കഴിയുമ്പോൾ ഈ ചോദ്യം കൂടെ ചോദിക്കാനുള്ള ചാൻസ് പോകും. ആദ്യം ചോദിച്ചിരുന്നത് പട്ടികജാതി ഉണ്ടോ നിങ്ങളുടെ കൂടെ, പട്ടികവർഗം ഉണ്ടോ, ആദിവാസി ഉണ്ടോ, ദളിത് ഉണ്ടോ, SC ഉണ്ടോ, ST ഉണ്ടോ? അതിന്റെ മറുപടിയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതുകൊണ്ട് മുസ്ലിം സമൂഹത്തെ ഇന്ന് ഭയപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. ആ ഭയം മാറും, അനുഭവത്തിലൂടെ അത് മാറും. അപ്പൊ മുസ്ലിങ്ങളും BJP-യിൽ വരും. BJP-യിൽ മുസ്ലിങ്ങൾ വന്നു കഴിഞ്ഞിട്ട് വേണ്ട MLA MP ഒക്കെ ആകാൻ. അവർ വന്നിട്ട് ഈ ഭയം ഏതായാലും മാറും. പിന്നെ നേരത്തെ ഇവിടെ വേണു ചോദിച്ചൊരു കാര്യമുണ്ട്, ഇതിന് മുമ്പ് വോട്ട് ചെയ്തവർ, അന്ന് ജയിപ്പിച്ചവർ, അത് നല്ല കേൾക്കുമ്പോൾ നമുക്ക് തോന്നും നല്ല യുക്തിയാണല്ലോ അത്. പക്ഷെ അതിന് ഒരു യുക്തിയില്ല. ഇപ്പൊ ഒരു കെട്ട് കള്ളനോട്ടുമായിട്ട് ഒരാൾ ഒരു ചന്തയിൽ ചെന്നു, ഒരു കള്ളനോട്ട് ആദ്യത്തെ കടയിൽ കൊടുത്തു, അവനത് മേടിച്ചിട്ട് സാധനം കൊടുത്തു. അങ്ങനെ 3 കടയിൽ ഈ കള്ളനോട്ട് കൊടുത്ത് കച്ചവടം നടത്തി. 4ാമത്തെ കട ചെന്നപ്പം ആ കടക്കാരനൊരു സംശയം, അവൻ നോക്കിയിട്ട് ഇത് കള്ളനോട്ടാ, അവൻ പിടിച്ചു. അപ്പൊ വേണമെങ്കിൽ ഇവന് പറയാം, ആ 3 കടയിൽ കൊടുത്തിട്ട് അവർക്ക് യാതൊരു പ്രശ്നവുമില്ല, അവർ ഈ നോട്ട് മേടിച്ചിട്ട് സാധനം തന്നെങ്കിൽ 4ാമത്തെ കടക്കാരനായ നീ എന്തിനാണ് ഇതിനെ കള്ളനോട്ടെന്ന് വിളിക്കുന്നത്? ഈ യുക്തിയേ ഉള്ളൂ സേനാപതി വേണു ചോദിച്ച ചോദ്യത്തിന്റെ യുക്തി. അപ്പോൾ ഇത് എന്തെങ്കിലും അവസാനിപ്പിക്കണ്ടേ ഈ കള്ളത്തരം? ഈ കള്ളത്തരം എന്തെങ്കിലും അവസാനിപ്പിക്കണ്ടേ? അപ്പൊ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രമാത്രം വ്യാജ വോട്ടുകൾ അവിടെ ഉണ്ട് എന്നുള്ളത് കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ്. അത് കണ്ടെത്തിയ ശുദ്ധീകരിക്കണ്ടേ? അപ്പൊ കണ്ടെത്തുന്നത് വരെയുള്ളതോ? ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ അസംബ്ലി പാർലമെന്റ് ഇലക്ഷനിൽ കേരളത്തിൽ വോട്ട് ചെയ്ത 10 ലക്ഷം പേര് ഈ പഞ്ചായത്തിൽ വോട്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെയും ഈ ചോദ്യം ചോദിക്കാൻ മേലെ? ആ യുക്തിയുള്ളതില് അപ്പോൾ എന്നെങ്കിലും ഈ കള്ള വോട്ടുകളും കള്ള വ്യവസ്ഥകളും തിരുത്തപ്പെടേണ്ടതല്ലേ? അതിനെ പണ്ടിതൊക്കെ അംഗീകരിച്ചിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ, പണ്ടെന്തെല്ലാം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉണ്ടായിരുന്നു, അതെല്ലാം അവസാനിപ്പിച്ചപ്പോ പണ്ടിങ്ങനെയായിരുന്നു, പിന്നെ എന്തിനാ ഇപ്പൊ ഇത് മാറ്റുന്നതെന്ന് ചോദിക്കുന്ന യുക്തിയേ ഉള്ളൂ. അതല്ല, തീർച്ചയായിട്ടും ശുദ്ധീകരിക്കപ്പെടേണ്ടതാണ്. അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പണ്ടിതൊക്കെ അംഗീകരിച്ചിരുന്നു, അതുകൊണ്ട് ഇനിയും അംഗീകരിക്കണമെന്ന് പറയുന്നതിൽ യാതൊരു യുക്തിയുമില്ല.